വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കൂടെ വേദനാഥനായിട്ടുള്ള കർത്താവ് നമ്മൾ പാടിയതുപോലെ വേദത്തിൻ്റെ നാഥനായിട്ടുള്ള വചനത്തിൻ്റെ നാഥനായിട്ടുള്ള വചനം ജഡമായി തീർന്ന കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, യേശുവേ, അവിടുന്ന് വചനമായിട്ട് കർത്താവെ ഈ ഭൂമിയിൽ കർത്താവെ വചനം സാക്ഷാത്കരിക്കപ്പെട്ടു, വചനം ജഡമായി തീർന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ വചനത്തെ സ്പർശിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണല്ലോ സ്പർശിക്കുന്നത്. ആത്മാവിൽ അങ്ങേ സ്പർശിപ്പാൻ, അവിടുത്തെ മാർവോട് ചാരിയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ട് രക്തത്തിൽ കഴുകി സ്നേഹത്താൽ നിറയ്ക്കണം. അൻപുള്ള ഇൻപസ്വരം കേൾപ്പിക്കണമേ എന്ന് ഞങ്ങൾ പാടി. അതേ കർത്താവേ, യേശുവിൻ്റെ ആ സ്വരം അത് യഥാർത്ഥമായിട്ടും അതൊരു ആലങ്കാരിക ഭാഷയിൽ ഒതുങ്ങുന്ന കാര്യമായിട്ടല്ല കർത്താവെ, മറിച്ച് യഥാർത്ഥമായിട്ടും അവിടുത്തെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം. അവിടുത്തെ ശബ്ദം കേട്ടപ്പോൾ, അവിടുത്തെ ശബ്ദം ആദിയിൽ മുഴങ്ങിയപ്പോൾ ആദിയിൽ വെളിച്ചമുണ്ടായി. ആഴം ശൂന്യമായിരുന്ന ഭൂമി അത് നല്ലതായി 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 വളരെ നല്ലതായി. ഇന്ന് ഞങ്ങളെയും നല്ലതാക്കി തീർക്കണം. നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി തീർക്കണം. ഞങ്ങൾ പാടി ഞങ്ങളെ വളരെ നല്ലതാക്കി തീർക്കണമേ. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് യേശുവിനെ പോലെ ഞങ്ങളെ പരിപൂർണമായിട്ടും ആക്കി തീർക്കണമേ കർത്താവേ. അങ്ങനെയുള്ള കൂടുതലുള്ള ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണേ കർത്താവേ. അങ്ങേ തന്നെ വെളിപ്പെടുത്തി തരണേ കർത്താവേ. വചനമാകുന്ന കണ്ണാടിയിൽ അങ്ങേ കാണുന്നില്ലെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ വചന പഠനമൊക്കെ വ്യർത്ഥമാണല്ലോ. അങ്ങേ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങേ തൊടുവാൻ, അങ്ങയോട് ചേർന്നിരിപ്പാൻ, അങ്ങേ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ, 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 ആമീൻ. നമ്മൾ വെളിപാട് പുസ്തകം 21 അധ്യായം, വെളിപാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ മുമ്പിലത്തെ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. നമുക്കറിയാം, വെളിപാട് പുസ്തകം 21 അധ്യായം എന്ന് പറയുമ്പോൾ വെളിപാട് പുസ്തകം ആകപ്പാട് 22 അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള അധ്യായത്തിൻ്റെ ചാപ്റ്റർ ഡിവിഷനൊക്കെ വളരെ റീസെൻ്റ് ആയിട്ടാണ്, നൂറ്റാണ്ടുകൾ മുമ്പ് മാത്രമേ ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ നമുക്ക് കാര്യങ്ങൾ ഓർക്കാനും റെഫർ ചെയ്യാനും എളുപ്പത്തിന് അത് വളരെ സൗകര്യമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പം ഈ ചാപ്റ്റർ ഡിവിഷനിൽ 22 അധ്യായങ്ങളുണ്ട്. അതിൽ വെളിപാട് പുസ്തകം ആകപ്പാട് 22 അധ്യായത്തിൽ നമ്മൾ 21 അധ്യായം, അതിൻ്റെ പെനൽറ്റിമേറ്റ് ചാപ്റ്റർ, അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ. അവിടെ അതിൻ്റെ ഹെഡിങ് തന്നെ, നമ്മുടെ ഹെഡിങ് ഉള്ള ബൈബിളാണ്. നമുക്കറിയാം, ന്യൂ ഹെവൻസ് ആൻഡ് ന്യൂ എർത്ത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അത് എപ്പോഴാണ് വരുന്നത്? ഞാൻ എപ്പോഴും എന്നെ തന്നെ ഓർപ്പിക്കുന്നത് പോലെ കുഞ്ഞു പിള്ളേർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ എപ്പോഴും സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ വരുന്നത്? ഇപ്പം നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വരവ്, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് വരുവാനുള്ള സമയം ആഗതമായിക്കൊണ്ടേയിരിക്കുന്നു. പത്രങ്ങളിലേക്ക് നോക്കിയാൽ ഇസ്രയേൽ അവിടെ ബോംബിട്ടു, ഇവിടെ ബോംബിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇസ്രയേൽ ഒരു ലോകത്തിന് ഘടികാരമാണെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇസ്രയേല് അവിടെ ഇവിടെ ബോംബിടണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, ശരിയാണ്. ഇന്ന് അവസാന കാലത്തുള്ള യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം അത് ഒരു ലോകത്തിലൊരു അസമാധാനത്തിലേക്ക് നയിച്ച് ആ അസമാധാനത്തിൻ്റെ എല്ലാം അതെല്ലാം മാറ്റി ഞാൻ സമാധാനം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എതിർ ക്രിസ്തു, ഒരു ഏകലോക ഭരണാധികാരി സമാധാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്ന് ലോകത്തെ മുഴുവനായിട്ട് ഭരിക്കുന്ന ഒരു ഏകലോക ഭരണാധികാരി വെളിപ്പെടുന്ന ആ കാലം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലോക്കിൽ ഇങ്ങനെ ടിക് 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 എന്ന് അടിക്കുമ്പോഴത്തേക്കും എപ്പോഴാണ് ഈ ഏകലോക ഭരണാധികാരി എല്ലാ രാജ്യങ്ങളും കൂടെ ഈ ഭരണാധികാരിക്ക് കീഴടക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതുപോലെ കാര്യങ്ങൾ അങ്ങ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇനിയും വിശദമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. നമ്മൾ ഒരുപാട് മാസങ്ങളെടുത്ത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അന്തിമ വിജയം പുസ്തകത്തിൽ സാങ്ക്ലർ വളരെ സിമ്പിളായിട്ട് ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ആ വാക്യപ്രതിവാക്യമായിട്ടൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ ആ ഒരു മൃഗത്തെക്കുറിച്ച്, മൃഗം നമ്പർ 1, മൃഗം നമ്പർ 2, മൃഗം നമ്പർ 1 ആണ് ഇത് ക്രിസ്തു, മൃഗം നമ്പർ 2 ആണ് കള്ളപ്രവാചകൻ, ഫോൾസ് പ്രോഫറ്റ്. 2 മൃഗങ്ങൾ അവസാനം വെളിപ്പെടും എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സാത്താനും കൂടെ ചേർന്ന, സാത്താനും 2 മൃഗങ്ങൾ. സാത്താന് അവൻ വലിയ പാമ്പ്, അവൻ ഹീസ് എ ഗ്രേറ്റ് ഡ്രാഗൺ, മഹാസർപ്പം, അല്ലെങ്കിൽ ഡ്രാഗൺ, മഹാസർപ്പം എന്നാണ് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. 10,000 ദൂഷണങ്ങളൊരു
ഉള്ളൊരു മൃഗം. അത് യാ അവൻ കടൽപ്പുറത്ത്, അത് ആ മഹാസർപ്പം എന്നാണ് ഡ്രാഗൺ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ആ മഹാസർപ്പമായിട്ടുള്ള സാത്താനും പിന്നെ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനുമായിട്ടുള്ള ഒരു സാത്താന്യ തൃത്വം ഒക്കെ അവസാന കാലത്ത് വെളിപ്പെടുന്ന കാര്യമൊക്കെയും വെളിപാട് 17 അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ബാബിലോൺ എന്ന് പറയുന്ന വേശ്യയെ കാണുമ്പോൾ അവിടെ ആ ബാബിലോണിന്റെ യുനോ കാന്തനായിട്ട് ആരാ ഉള്ളേ? എതിർ ക്രിസ്തു. അതായത് ഇന്ന് സത്യസഭയാകുന്ന യെരുസലേമിന്റെ കാന്തനായിട്ട് യേശു കർത്താവ് ഉള്ളതുപോലെ ബാബിലോൺ എന്ന് പറയുന്ന കള്ള ക്രിസ്തീയത, വ്യാജ ക്രിസ്തീയത എന്ന് വെച്ചാൽ യേശുവിന്റെ പേരും പറഞ്ഞ് ലോകത്തിന് പിന്നാലെ പോകുന്ന ഒരു ക്രിസ്തീയത, അതാണ് ബാബിലോൺ. ആ ബാബിലോണും ബാബിലോണിന്റെ വേശ്യാപുത്രിമാരെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ബാബിലോണിന്റെ ബ്രൈഡ് ഗ്രൂം ആരാന്ന് ചോദിച്ചാൽ ബാബിലോണിന്റെ വരൻ ആരാന്ന് ചോദിച്ചാൽ ഇത് ക്രിസ്തുവാ. അപ്പൊ ആ ഇത് ക്രിസ്തുവിന് മണ്ട കയറിയിരിക്കുന്ന ഈ മഹദിയാം ബാബിലോണിനെയൊക്കെ നമ്മള് അവിടെ വെളിപാട് 17 അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഷീ സിറ്റിംഗ് ഓൺ ദ ബീസ്റ്റ് എന്ന് നമ്മൾ അതിൻ്റെ 17-3 വെളിപാട് 17-3 വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 7 മലകളുടെ മേലിരിക്കുന്ന ഈ ഒരു മഹദിയെക്കുറിച്ച് 9 വാക്യത്തിൽ 7 മലകളുടെ മേലുള്ള ആ സിറ്റി എന്ന് പറയുമ്പോൾ റോമാണ്. സിറ്റി ഓൺ 7 ഹിൽസ്, റോം ആസ്ഥാനമായിട്ടുള്ള റോമൻ കത്തോലിക്ക സഭയും അതിൽ നിന്ന് വന്നിട്ടുള്ള പല വേശ്യാപുത്രന്മാരായിട്ടുള്ള ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന ഏതൊക്കെ സഭ, അത് ഏത് ലേബലിലാണെങ്കിലും ലോകം എന്ന് പറഞ്ഞാൽ എന്താ? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, പണം, വേറെ ഏത് പറഞ്ഞ പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ. യേശുവിന്റെ പേരും പറഞ്ഞ് പണവും മനുഷ്യമാനം, ജടിക സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഏതൊക്കെ സഭാ നേതൃത്വങ്ങളാണോ അതെല്ലാം ബാബിലോണിന്റെ കാറ്റഗറി വരുന്ന കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം ഈ ഒരു എതിർ ക്രിസ്തുവിനോട് കൂട്ടുപിടിച്ച് എതിർ ക്രിസ്തുവിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്ന എതിർ ക്രിസ്തുവാകുന്ന മൃഗത്തിന്റെ മണ്ടയ്ക്ക് ഈ ബാബിലോൺ കയറിയിരിക്കുന്ന രംഗമൊക്കെയാണ് നമ്മൾ വെളിപാട് 17-3 നമ്മൾ കാണുന്നത്. പിന്നീട് അതിന്റെ 12 വാക്യത്തിൽ 10 രാജാക്കന്മാരെ കുറിച്ച് വായിക്കുന്നു. ഈ ബീസ്റ്റിന്, അതായത് മൃഗത്തിനുള്ള 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണെന്നും അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ, ഈ 10 രാജാക്കന്മാരെല്ലാം കൂടെ ഈ മൃഗത്തെ രാജാതിരാജാവായിട്ട്, മൃഗത്തെ ലോകഭരണാധികാരിയായിട്ട് അംഗീകരിച്ച് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ആ വെളിപാട് 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളും പിന്നെ ബാബിലോണിന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് രണ്ടാമത് വരുന്നതിന് തൊട്ട് മുമ്പ് എതിർ ക്രിസ്തു വെളിപ്പെടും. എതിർ ക്രിസ്തു ഒരു സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് വരും. യേശു കർത്താവ് യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാനല്ല വാളത്രേ കൊണ്ടുവന്നതെന്ന് കർത്താവ് അവിടെ മത്തായി 10 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ വാളാകുന്ന വചനം കൊണ്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഭൂമിയിൽ ഒരു ഒരു രാഷ്ട്രീയ സമാധാനം കൊണ്ടുവരാനല്ല കർത്താവ് വന്നിരുന്ന, ആ വാളാകുന്ന വചനത്തിന് നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വാളാകുന്ന വചനം നമ്മളുടെ ജഡമാകുന്ന തിരശ്ശീലേക്ക് ചീന്തി നമ്മളുടെ ആത്മാവിലേക്ക് ആ വചനത്തിന്റെ വാളിന്റെ ജ്വാലയാകുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ടുള്ള സമാധാനം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തരും. അപ്പം ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാനല്ല, മറിച്ച് ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞു. ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭൂമിയിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പീസ്, ഒരു രാഷ്ട്രീയ സമാധാനം കൊണ്ടുവരാനല്ല കർത്താവ് വന്നത്, മറിച്ച് കർത്താവിലേക്ക് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് നമ്മൾ അവിടെ ലൂക്കോസ് 2 അധ്യായത്തിൽ കർത്താവിന്റെ പിറവിയില് ദൂതന്മാർ പാടുമ്പോൾ ലൂക്കോസ് 2 അധ്യായത്തിൽ എന്താ നമ്മൾ വായിക്കുന്നേ? ഭൂമിയിലെ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ്. അവിടെ ലൂക്കോസ് 2 അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വരുവാണെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്ന എന്താ? 14 വാക്യത്തിൽ ലൂക്കോസ് 2:14 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അവിടെ എന്താ? ആര് പാടുന്നതാ? ഇവിടെ ഒരു പാട്ടാണ് നമ്മൾ വായിക്കുന്നത്. 13 വാക്യം ലൂക്കോസ് 2:13. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, വലിയൊരു ഗായക സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. On earth peace among men with whom he is pleased. യുദുക്കിയ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യുദുക്കിയ എന്ന് പറഞ്ഞ വാക്ക് ദൈവപ്രസാദമുള്ളവർക്ക്, ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യുദുക്കിയ എന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതേ വാക്ക് തന്നെ
ദൈവത്തിന്റെ പ്രസാദം, ദൈവം പ്രസാദിച്ചിരിക്കുന്നവർക്കാണ് സമാധാനമുള്ളത്. ഭൂമിയിൽ പൊതുവായിട്ട് എല്ലാവർക്കും കൂടെ ഒരു സമാധാനം വാഗ്ദാനം ചെയ്താണ് എതിർ ക്രിസ്തു വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ഭൂമിയിലുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു സമാധാനമല്ല, മറിച്ച് കർത്താവിലേക്ക് ഹൃദയം കൊടുത്തിട്ടുള്ളവർക്ക്, തങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവർക്ക് എന്തുണ്ട്? അവർക്ക് ഒരു സമാധാനമുണ്ട്. അതാണ് ദൈവപ്രസാദമുള്ളവർക്ക്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. പീസ് അമംഗ് മെൻ വിത്ത് ഹൂം ഹീസ് പ്ലീസ്ഡ്, പീസ് ഐറീൻ എന്നുള്ള അതേ ഗ്രീക്ക് വാക്ക് തന്നെ അവിടെ ലൂക്കോസ് 2:14 ഉപയോഗിച്ചിട്ടുള്ളത്. ഐറീൻ, ഐറോ എന്ന് പറഞ്ഞാൽ ടു ജോയിൻ എന്ന് പറഞ്ഞാൽ ചേരുക. കർത്താവിനോട് നമ്മൾ ചേരുമ്പോഴാണ് കർത്താവിന്റെ സമാധാനം, യഥാർത്ഥത്തിലുള്ള സമാധാനം ഉണ്ടാവുന്നത്. അപ്പൊ ലോക സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഇത് ക്രിസ്തു വരുന്നു എന്ന് അവന് ഇസ്രയേലുമായിട്ടും ഒക്കെ അവന് ഒരു ട്രീറ്റിയൊക്കെ, ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി ഇസ്രയേലില് അവർക്ക് ആലയമൊക്കെ പണിത് കൊടുക്കുന്നു. അതിനുശേഷം അവന്റെ മൊത്തമുള്ള 7 വർഷക്കാലം ഭരണത്തിൽ 3.5 വർഷക്കാലം കഴിയുമ്പോഴത്തേക്ക് ഇവന്റെ ഉടമ്പടിയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവൻ തന്നെ ദൈവമായിട്ട് ഇന്ന് അതിപരിശുദ്ധ, അവിടെ ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് ഇന്നിരിക്കുന്ന ആ ഒരു അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്നൊക്കെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലെ ആ വാക്യമൊക്കെ കർത്താവ് മത്തായി 24-ാം അധ്യായത്തിൽ തന്റെ രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്നതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? കർത്താവ് വരുന്നതിന് മുമ്പായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അങ്ങനെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ഇത് ക്രിസ്തു വെളിപ്പെടും, ഇത് ക്രിസ്തുവിന്റെ ഭരണം, അവൻ സമാധാനം എന്നൊക്കെ പറഞ്ഞ് ആദ്യം 3.5 വർഷക്കാലമൊക്കെ ഒരു ഒരു പുത്തുവരുത്ത സമാധാനമൊക്കെ കൊണ്ടുവന്നു. 3 വർഷക്കാലം കഴിയുമ്പോൾ അവന്റെ വിധം മാറുന്നു. അവൻ തന്നെ ദൈവമായിട്ട് തന്നെ അവരോധിക്കുന്നു. ഇസ്രയേലിനെതിരെയും പിന്നെ ഇസ്രയേലിനെ കിട്ടാതെ വന്നപ്പോൾ ഇസ്രയേലിന്റെ ശേഷം സന്തതികളായിട്ടുള്ള ദൈവമക്കൾക്കെതിരെ, സഭയ്ക്കെതിരെയൊക്കെ അവൻ മഹാപീഡനം, മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷൻ അഴിച്ചുവിടുന്ന രംഗമൊക്കെ നമ്മളവിടെ വെളിപാട് 13-ാം അധ്യായം, വെളിപാട് 12-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ആ കാര്യങ്ങൾ വായിച്ചു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, അതായത് ഇസ്രയേലാകുന്ന സ്ത്രീയോട് കോപിച്ചു. ആ സ്ത്രീയുടെ സന്തതിയായിട്ട് കർത്താവ് വന്നേ. വെളിപാട് 12:17, 12 റെവലേഷൻ 12:17 വെളിപാട്. ഞാൻ ഒരു റെഫറൻസ് പറയുമ്പോൾ പെട്ടെന്ന് റെഫറൻസ് പറയുന്നുണ്ട്. അപ്പം റെഫറൻസ് പറയുമ്പോൾ പെട്ടെന്ന് റെഫറൻസ് അങ്ങ് എഴുതണം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബൈബിൾ ആ പോർഷൻ എടുത്ത് പറ്റുമെങ്കിൽ അവിടെ അതൊന്ന് ജസ്റ്റ് ആ പറയുന്ന വാക്യം ചെറുതായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് ഇടാം. പെട്ടെന്ന് എല്ലാം കൂടി വെറുതെ ഇട്ട് അങ്ങ് അണ്ടർലൈൻ ചെയ്യേണ്ട, പക്ഷെ നമുക്ക് ടച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വേർഡ് അങ്ങ് അണ്ടർലൈൻ ചെയ്താലും മതി. ആ ഒരു പിന്നെ നമ്മുടെ അത് വായിക്കുമ്പോൾ നമ്മൾ ഈ വാക്യം കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മയെങ്കിലും, ചിലപ്പോൾ നമുക്ക് വാക്യം വായിച്ച ഓർമ്മ ഉണ്ടല്ലോ, പക്ഷെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ തന്നെ അത് വായിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ വചനം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ കർത്താവ് പച്ചമേച്ചിൽ നമ്മളെ നയിക്കുന്ന കർത്താവാണ്. അപ്പം ഈ വചനത്തിലൂടെയൊക്കെ യേശുവിനെ നമ്മൾ അറിയുവാനും യേശുവിൻ്റെ വരവിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളെ അറിയുവാനും മുന്നറിയിപ്പുകളെ അറിയുവാനും നമ്മൾ തന്നെ അതിസ്നേഹത്തിന് നിറവിൽ ഒരുക്കുവാനും ഒക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു വെക്കാനല്ല, മറിച്ച് ആ കർത്താവ് വരുമ്പോൾ ഞാൻ ലജ്ജിച്ച് പോകാൻ ഇടയാവരുത്. അപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നു, എനിക്കതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യവും കാര്യങ്ങളൊക്കെ വേണം. ആരെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് വചനത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ആരോ എവിടെയോ എഴുതിയിട്ടുണ്ട്, എവിടെയോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ല, മറിച്ച് ഇന്ന വചനത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ തക്കവണ്ണം നമുക്ക് ആ വചനങ്ങളെ അറിയാൻ പറ്റുവാണെങ്കിൽ ശരിയാണ്. എല്ലാവർക്കും ഒരേപോലെ ആ ഒരു ഗിഫ്റ്റ് ഓഫ് നോളജ് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് നോയിങ് ദ വേർഡ്, നോയിങ് ഗോഡ് ത്രൂ ദ വേർഡ്, ഗിഫ്റ്റ് ഓഫ് നോളജ്, ആ പരിജ്ഞാനത്തിന്റെ വരത്തെക്കുറിച്ചൊക്കെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഗിഫ്റ്റ് ഓഫ് നോളജ്, ഗിഫ്റ്റ് ഓഫ് വിസ്ഡം എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആ ഒരു ഗിഫ്റ്റ് ഓഫ് നോളജ് കാര്യങ്ങൾ കാണത്തില്ലെങ്കിലും ദൈവം നമുക്ക് തന്ന പ്രാപ്തിക്കൊത്തവണ്ണം ഈ വചനത്തൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ സാധിക്കുവാണെങ്കിൽ നമുക്കത് വളരെ ഉത്സാഹമുള്ള കാര്യങ്ങളായിരിക്കും. അത് മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ. ഗിഫ്റ്റ് ഓഫ് നോളജ് എന്നുള്ള വാക്യം നിങ്ങൾക്ക് കാണണോ? എവിടെ? 1 കൊരിന്ത്യർ 12-ന്റെ അവിടെ അതിൻ്റെ 8-ാമത്തെ വാക്യം. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് വേർഡ് ഓഫ് നോളജ് അക്കോർഡിംഗ് ടു ദ സെയിം സ്പിരിറ്റ്. പരിശുദ്ധാത്മ നൽകുന്ന വരങ്ങളെ കുറിച്ച് പറയുക അവിടെ. അത് കഴിഞ്ഞിട്ട് വിശ്വാസത്തിന്റെ വരത്തെക്കുറിച്ച് 9-ാമത്തെ വാക്യത്തിൽ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവിന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, അങ്ങനെ ആത്മാക്കളുടെ വിവേചനത്തിന്റെ വരം, അങ്ങനെയുള്ള വീര്യപ്രവൃത്തികളുടെ വരവൊക്കെ 10-ാമത്തെ വാക്യം. ആത്മാക്കളുടെ വിവേചനത്തിന്റെ കാര്യം, മറ്റൊരുത്തിന് ഭാഷകൾ, മറ്റൊരുത്തിന് ഭാഷകളുടെ വ്യാഖ്യാനം, അങ്ങനെ ആത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് പറയുമ്പം
വേർഡ് ഓഫ് വിസ്റ്റം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ വചനം. ഓരോ സമയത്തും ആ, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ, ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെ ഏത് വചനത്തിൽ നിന്നുള്ള ആ ഒരു ദൈവത്തിന്റെ ഒരു ആലോചന, ആ, അത് നമുക്ക് തന്നെ അത് സ്വീകരിക്കാനും മറ്റുള്ളവർക്കും മറ്റുള്ളവർ നമ്മളോട് അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ ആലോചന ചോദിക്കുമ്പം ആ സാഹചര്യത്തിൽ കർത്താവ് എങ്ങനെ ചിന്തിക്കും, കർത്താവ് എങ്ങനെ പറയും, കർത്താവ് എങ്ങനെ തീരുമാനമെടുക്കും എന്നുള്ളൊരു കാര്യത്തെ മനസ്സിലാക്കി നമ്മളെ ജ്ഞാനത്തോടെ പ്രായോഗികമായിട്ട് അവർക്ക് കൊടുക്കുന്ന ആ ഒരു ജ്ഞാനത്തിന്റെ വചനം, അതാ വേർഡ് ഓഫ് വിസ്റ്റം, അത് ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ്. അത് നമുക്ക് എല്ലാവരും നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ട ഒരു ഗിഫ്റ്റാണ്. പിന്നെ അതുതന്നെ പരിജ്ഞാനത്തിന്റെ വചനം, അതാ വേർഡ് ഓഫ് നോളജ്. ആ വേർഡ് ഓഫ് നോളജ് നമ്മൾ സാഗ്ബേറിന് കേട്ടിട്ടുള്ളത് പോലെ അത് ആ ഒരു വചനം ഗ്രഹിപ്പാനുള്ള ഒരു വരം, ആ ഒരു പരിജ്ഞാനത്തിന്റെ വരം, വേർഡ് ഓഫ് നോളജ്. അത് ജസ്റ്റ് ബുദ്ധിയിൽ വചനം ഗ്രഹിക്കുന്നതല്ല, മറിച്ച് നോയിങ് ഗോഡ് ത്രൂ ദ വേർഡ്, വചനത്തിലൂടെ കർത്താവിനെ അറിയുന്ന ഒരു വചനം കുറച്ചുകൂടെ അതിൻ്റെ ആഴങ്ങളെയും അതിൻ്റെ ഉപദേശങ്ങളെയും അല്ലെങ്കിൽ തെറ്റായ ഉപദേശങ്ങൾ എങ്ങനെ അതിനെ തുറന്നു കാട്ടുന്നതിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ഒരു വചനത്തിൻ്റെ അങ്ങനെയുള്ളവർക്ക് ദൈവം പിന്നെ ടീച്ചിങ് ഗിഫ്റ്റ്, അത് വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വരങ്ങൾ. അപ്പം എസ്പെഷ്യലി നമ്മളെ സഹോദരന്മാർ, ബ്രദേഴ്സിന് വേണ്ടുന്ന ഒരു വചനമാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ആസ് എ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും അടുത്ത യുവാക്കൾക്കും എല്ലാം നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വചനത്തിൽ നമ്മളെ വേരുറയ്ക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു വേർഡ് ഓഫ് നോളജ് ദൈവം, നമ്മൾ വെറുതെ കുത്തിയിരുന്ന ദൈവം അങ്ങ് വേർഡ് ഓഫ് നോളജ് തരത്തില്ല, മറിച്ച് നമുക്ക് അതിനു വേണ്ടിയുള്ള ദാഹത്തോട് നമ്മളെ കർത്താവിനോട് ചേർന്ന് വചനത്തെ ധ്യാനിക്കാനും മനസ്സിലാക്കാനും അതിന് ദൈവം തന്നിട്ടുള്ള അവൈലബിൾ റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം തന്നെ നമുക്ക് അത് ഒരു വരവായിട്ട്, ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി, ദൈവം നമ്മളുടെ ആ ഒരു ഹാർഡ് വർക്കിനെ, പരിശുദ്ധാത്മാവിലുള്ള ആ ഒരു കഠിനാധ്വാനത്തെ മാനിച്ച് ദൈവം തന്നെ നമുക്ക് സൂപ്പർ നാച്ചുറലായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു ആഴത്തിലുള്ള ഒരു വെളിപ്പാടുകളോടുകൂടി വചനങ്ങൾ മനസ്സിലാക്കാൻ അത് സഹോദരന്മാർക്ക് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ സഹോദരന്മാർക്ക് ദൈവം സഭയിൽ ആത്മീയ അധികാരം വെച്ചിരിക്കുന്നത്. പിന്നെ സഹോദരിമാർക്കും തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ അവർക്കും കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ബാക്കിയുള്ള സഹോദരിമാർക്ക് ഉപദേശിച്ചു കൊടുക്കാനും ഒക്കെയും സഹോദരിമാർക്കും ആ കാര്യങ്ങൾ, വചനത്തിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും കൂടുതലും സഹോദരന്മാർക്ക്, അപ്പം നമ്മളുടെ യങ്സ്റ്റേഴ്സ്, നമ്മളുടെ യുവാക്കളൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, അതിനെക്കുറിച്ചും കൂടെ പറയാൻ വേണ്ടി ഞാൻ പരിജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്ന ഒരു വേർഡ് ഓഫ് നോളജ്, ഐ വോണ്ട് ദാറ്റ് ഗിഫ്റ്റ് ഓഫ് ദ വേർഡ് ഓഫ് നോളജ്, ഐ വോണ്ട് ദ ഗിഫ്റ്റ് ഓഫ് ദ വേർഡ് ഓഫ് വിസ്റ്റം. ആ വചനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും വിശ്വാസത്തിൻ്റെ വരവും, അങ്ങനെ എല്ലാ വരങ്ങളും കർത്താവേ, എനിക്ക് എന്തെല്ലാം വരങ്ങൾ അവിടുന്ന് തരാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം എനിക്ക് തരണേ കർത്താവേ. വെച്ചാൽ നമ്മൾ അന്തിമ വിധിയിൽ കർത്താവിന് മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോൾ നീ ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ തന്നില്ല, എനിക്ക് നിനക്ക് എല്ലാ വരവും ഇവരും ഒക്കെ തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നീ ഒന്നും ചോദിച്ചില്ല. നീ ചോദിച്ചത് എന്താ? എനിക്ക് പരീക്ഷ പാസ്സാവണേ, എനിക്ക് ജോലി കിട്ടണേ, എനിക്ക് കല്യാണം കഴിക്കണേ, എനിക്ക് കൊച്ചുങ്ങൾ വേണേ, എനിക്ക് കൊച്ചുങ്ങൾക്ക് പഠിത്തം, കൊച്ചുങ്ങൾ പരീക്ഷ പാസ്സാവണേ, കൊച്ചുങ്ങൾ കല്യാണം കഴിക്കട്ടെ, കൊച്ചുങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവണേ, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നീ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഞാൻ തന്നു. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും നീ വലുതായിട്ടൊന്നും ചോദിച്ചില്ല. അപ്പം അതുകൊണ്ട് നീ ചോദിക്കുന്നതും കൊടുക്കപ്പെടുന്നല്ലേ ഞാൻ എൻ്റെ വചനത്തിൽ എഴുതി വെച്ചേക്കുന്നത്. ഞാനത് വായിച്ചില്ലായിരുന്നു മത്തായി 7-ാം അധ്യായത്തിൽ. അപ്പം അതുകൊണ്ട് ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ചോദിക്കുമ്പോൾ തന്നെ റോങ് മോട്ടീവ്സ് കൊണ്ട്, തെറ്റായ ഉദ്ദേശത്തോടു കൂടി ചോദിക്കുന്നതുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ യാക്കോബ് 4-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം നമ്മുടെ എല്ലാ വരങ്ങൾക്കായിട്ടും, എല്ലാ ആത്മീയ വരങ്ങൾക്കായിട്ടും വാഞ്ചിക്കുവിൻ എന്നാണ് 1 കൊരിന്ത്യർ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന സ്നേഹം ആചരിപ്പിൻ. എല്ലാ ആത്മീയവരങ്ങളും, എസ്പെഷ്യലി പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം കർത്താവ് ആഗ്രഹിക്കുന്ന വണ്ണം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചനകളെ ദൈവവചനത്തിൽ നിന്ന് ആത്മീയവർദ്ധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനുമായിട്ട് സംസാരിക്കുന്ന എക്സോട്ടേഷൻ, എഡിഫിക്കേഷൻ, കൺസലേഷൻ. എക്സോട്ടേഷൻ പ്രബോധനത്തിനായിട്ട്, എഡിഫിക്കേഷൻ ആത്മീയവർദ്ധനവിനായിട്ട്, കൺസലേഷൻ ആശ്വാസത്തിനായിട്ട്, 3 കാര്യങ്ങൾ ആയിട്ട് സംസാരിക്കുന്ന പ്രവചനവരം എന്നൊക്കെ നമ്മളവിടെ 1 കൊരിന്ത്യർ 12-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 14-ന്റെ 3-ാമത്തെ വാക്യത്തിൽ, 1 കൊരിന്ത്യർ 14-ന്റെ 3-ൽ അത് വായിക്കുന്ന ആ 3 കാര്യങ്ങളാണ് 3 ലോവ്സ് എന്ന് നമ്മൾ സാഗ്ബേർ എന്ന് കേട്ടിട്ടുണ്ട്. എവിടുത്തെ 3 ലോവ്സാ ഓർക്കുന്നുണ്ടോ? ഒരു പാരബിൾ, ലൂക്കോസ് 11-ാം അധ്യായത്തിൽ കർത്താവ് ഒരു പാരബിൾ പറയുന്നുണ്ട്. അവിടെ 3 അപ്പത്തിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനിവിടെ ആ 3 ലോവ്സ് ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾ കണ്ടോ 3 ലോവ്സ്? ഞാൻ പറഞ്ഞ വാക്യം 1 കൊരിന്ത്യർ 14-ന്റെ 3-ാമത്തെ വാക്യം.
പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എന്താ? ആത്മീയവർദ്ധനം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആഹാരത്തിലെ പ്രോട്ടീൻസ് കഴിക്കുന്ന നമ്മുടെ ബിൽഡിംഗ് അപ്പ് ഓഫ് മസിൽസ്, ബിൽഡിംഗ് അപ്പ് ഓഫ് ബോഡി. പ്രോട്ടീൻസ് കഴിക്കുന്ന പറഞ്ഞാൽ ആത്മീയ വർദ്ധനവ്, നമ്മൾ ആത്മീയമായിട്ട് പോഷണം പ്രാപിച്ച് ആത്മീയമായിട്ട് ശക്തരായിട്ട് തീരുന്ന അത് ആത്മീയ വർദ്ധനയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ വചനം. പിന്നെ പ്രബോധനം എന്നുള്ള ആ വാക്ക് അവിടെ പാരാക്കേലിയോ എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രബോധനം, എക്സോട്ടേഷൻ, ഒരു ചാലഞ്ച്, ആ ഒരു ആശ്വാസവും ഉത്സാഹവും, നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന, നമ്മളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പാപത്തെ വിട്ടുതിരിയാനും ലോകമായത്തെ വിട്ടുതിരിയാനും ഒക്കെയുള്ള കാർക്കശ്യത്തിന്റെ വചനങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. അതിനകത്തും പാരാക്കേലിയോ എന്നുള്ള വാക്കിന് ഉത്സാഹിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെയുള്ള അതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ കൺസലേഷൻ, ആശ്വാസത്തിനായിട്ട് ഇവിടെ പാരാമിത്തിയ എന്ന് പറഞ്ഞൊരു വാക്കും കൂടെ, പാരാക്കേലിയോ എന്നുള്ളതിന്റെ നൗൺ ഫോം പാരാക്ലിസിസ് എന്നുള്ള വാക്കാണ് അവിടെ എക്സോട്ടേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസലേഷന് പാരാമിത്തിയ, ആശ്വാസം, കൺസലേഷൻ, ദുഃഖിച്ചിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം, സമാധാനത്തിനായിട്ടുള്ള വചനം. അപ്പം ഇതൊക്കെ എന്തിനു വേണ്ടി ഞാൻ ഈ പറഞ്ഞു വെച്ചാൽ, പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ വചനം നമുക്ക് വലിയ ദാഹവും വിശപ്പും ഒക്കെ ആവുമ്പോഴാണ് ദൈവം തന്നെ നമുക്ക് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വരങ്ങളൊക്കെ തരുന്നത്. അപ്പൊ ഈ 3 അപ്പകഷ്ണങ്ങളുടെ കാര്യം നമ്മൾ ഇവിടെ വായിക്കുന്നത് ലൂക്കോസ് 11-ാം അധ്യായത്തിൽ കർത്താവ് അവിടെ പരിശുദ്ധാത്മാവിന് എത്രയധികം തരുമെന്ന് 11-ാം അധ്യായത്തിന് ലൂക്കോസ് 11-ന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ ഒരു പാരബിൾ പറയുന്നുണ്ട് അല്ലെ, ഒരു ഫ്രണ്ട്, ഒരു സുഹൃത്ത് നമ്മളുടെ വീട്ടിലേക്ക് വരുക. നമ്മള് കൊച്ചുങ്ങളുമായിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് സുഹൃത്ത് എന്തിനാ വരുന്നതെന്ന് ചോദിച്ചാൽ, സുഹൃത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, ആ സുഹൃത്തിന്റെ വീട്ടിൽ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും എൻ്റെ വീട്ടിൽ എല്ലാം കഴിഞ്ഞു, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണമെന്നും പറഞ്ഞുകൊണ്ട് തുറക്കുന്നിടം വരികയും അത് പൊട്ടിക്കൊണ്ടിരിക്കുക. അതാ നമ്മള് ലൂക്കോസ് 11-ന്റെ 5 മുതൽ പാരബിള് നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് 11-ന്റെ 5 മുതൽ നമ്മൾ ആ ഒരു ഉപമ വായിക്കുന്നുണ്ട്. അവിടെ ഒരു സ്നേഹിതൻ വഴി യാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, വിളമ്പി കൊടുക്കുക, എൻ്റെ പക്കലൊന്നുമില്ല. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നെയ്ബറിൻ്റെ അടുത്ത് ചെല്ലുക. നെയ്ബറിൻ്റെ അടുത്ത് പറയുക, ഫ്രണ്ട് ലെൻ മീ 3 loaves, എനിക്ക് 3 അപ്പം വായ്പ തരണം. ആ 3 അപ്പം എന്ന് പറയുന്നത് നമ്മുടെ വചനത്തോട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു 3 അപ്പം എന്ന് പറയുന്നത് എന്താ, നമുക്ക് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കാനുള്ള 3 അപ്പം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ 1 കൊരിന്ത്യർ 14-ന്റെ 3 കണ്ടു 3 അപ്പം, ആത്മീയ വർധനമാകുന്ന അപ്പം, പ്രബോധനമാകുന്ന അപ്പം, ആശ്വാസമാകുന്ന അപ്പം, 3 അപ്പം. വചനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അതാണ് അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കാടുപിടിച്ച് എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സിൽ തോന്നി ഇന്റർപ്രിറ്റ് ചെയ്യാനല്ല. ഇങ്ങനൊരു വചനം അതിനോട് ചേർന്ന് ഈ ഒരു വചനം കൂടെ കാണുമ്പോൾ നമുക്ക് ഇതിനെ അത് സൂചിപ്പിക്കുന്നതെന്നുള്ള കാര്യം. മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാനുള്ള 3 അപ്പമാണ് അത്. അപ്പൊ അങ്ങനെ നമ്മൾ കർത്താവിനോട് അതുപോലെ മറ്റുള്ളവർക്ക്, കർത്താവേ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സഭയിലുള്ള സഹോദരങ്ങളെ, എൻ്റെ മക്കൾക്ക്, ഇനിയും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്കൊക്കെ ആശ്വാസത്തിന്റെ കർത്താവിനെ കാട്ടിക്കൊടുക്കേണ്ട ഒരു വചനം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് കർത്താവേ, എനിക്ക് അവിടുത്തെ പ്രവചനവരം വേണം, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വരം വേണം എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ അടുക്ക് മുട്ടിക്കൊണ്ടേ ഇരുന്നാൽ, ഈ അനോയിഡ് ആയിട്ടുള്ള നെയ്ബർ, ഈ അയൽക്കാരന് അവന് വലിയ സ്നേഹമോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ ശല്യം സഹിക്കാൻ വയ്യാതെ മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് വേണ്ടുന്ന അത്രയും കൊടുക്കും എന്നുണ്ടെങ്കിൽ, എത്ര അധികം പരിശുദ്ധാത്മാവിനെ നമ്മുടെ സ്വർഗസ്വനായ പിതാവ് നൽകും എന്നുള്ളൊരു കാര്യമാണ് അവിടെ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് ആ പോർഷൻ ഒന്നുകൂടെയൊക്കെ ഒന്ന് വായിക്കുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതെല്ലാം ഡീറ്റെയിലായിട്ട് പറയാൻ സമയമില്ലല്ലോ. 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം, ഇവനൊരു നാണവും മാനവും ഇല്ലേ, രാത്രിയിൽ എല്ലാവരും കിടന്ന് കുട്ടുന്ന കണ്ടില്ലേ, അതുകൊണ്ട് ലജ്ജ കൂടാതെ അങ്ങ് മുട്ടുക. അതുകൊണ്ട് ശല്യം സഹിക്കാൻ വയ്യാതെ ചെന്നങ്ങ് തുറന്ന്, എന്തായാലും ഇത് മുട്ടൽ നിൽക്കണമെങ്കിൽ തുറന്നാലേ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ ചെന്ന് തുറന്ന് കുറച്ച് ആഹാരം മുട്ടുക നിമിത്തം എത്ര കൊടുക്കുന്നത്, മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം, as much as he needs, നിനക്ക് എന്തോ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോ, ഇനിയും കിടന്ന് മുട്ടരുത്. കുറച്ച് കഴിയുമ്പോൾ ഇത് തീർന്നു പോയതുകൊണ്ട് പിന്നെയും വന്ന് മുട്ടാൻ നിൽക്കരുത്. അതുകൊണ്ട് ഉള്ളതെല്ലാം വേണമെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോയിക്കോ, ഇനി മുട്ടരുത് എന്ന്. അത് ദൈവം അങ്ങനെയല്ല നമുക്ക് തരുന്നേ. പക്ഷെ അങ്ങനെ ഒരു അനോയിഡ് നെയ്ബർ, അത് ഒരു ശല്യം സഹിക്കാൻ പറ്റാത്ത ഒരു അയൽക്കാരൻ അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ, നമ്മുടെ സ്നേഹനിധിയായ പിതാവ് എത്ര അധികം ചെയ്യും എന്നുള്ളൊരു കാര്യം കർത്താവ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു വൈരുദ്ധ്യം കാണിച്ചുകൊണ്ട് കർത്താവ് പറയുക. അങ്ങനെ ദോഷികളായ നിങ്ങൾ എല്ലാവരും കണ്ടു ലൂക്കോസ് 11-ന്റെ 13-ാമത്തെ വാക്യം. ഞാൻ എന്തീ പറഞ്ഞു വരുന്നത്, നമുക്ക് കർത്താവിനോട് എന്താ ചോദിക്കേണ്ടത്, കർത്താവേ,
എനിക്ക് അവിടുത്തെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് വേണം. നമ്മുടെ ബ്രദർ സഹോദരങ്ങൾ പറയും, അയ്യോ പരിശുദ്ധാത്മ ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനിയിപ്പം പരിശുദ്ധാത്മാവിനൊന്നും ചോദിച്ചു പോകരുതേ, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, അതുകൊണ്ട് ഓൾറെഡി പരിശുദ്ധാത്മാവെല്ലാം വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി കൂടുതൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കരുതെന്ന് പറയും. അപ്പോൾ അവരോട് പറയും, നിങ്ങളുടെ ബൈബിളിൽ ഈ വാക്യമില്ലേ സഹോദര സഹോദരി, ലൂക്കോസ് 11:13 അങ്ങനെ അല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയും, അല്ല അത് എത്ര അധികം കൊടുക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്, അല്ലാതെ പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് കൊടുക്കും എന്നുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ പറയണം, അല്ല ഇത് മക്കള് പിതാവിനോട് ചോദിക്കുന്നത്, മക്കളാവണമെങ്കിൽ ഓൾറെഡി പരിശുദ്ധാത്മാവരുടെ ഉള്ളത്തിലുണ്ട്, അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകും എന്നുള്ളൊരു കാര്യം ഈനോ അത് ദൈവവചന പ്രകാരമുള്ളൊരു കാര്യമാണ്. ഈനോ പരിശുദ്ധാത്മാവ് ശരിയാണ്, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തി ആയിരിക്കെ തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അധികമായിട്ട് പ്രാപിക്കാനൊക്കും എന്ന് പല വചനങ്ങളിൽ നമ്മൾ അതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട് എന്ന് ഇവിടെ അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഇതുപോലെ തർക്കിക്കാൻ വന്ന ബ്രദർ സഹോദരങ്ങളെ വായടപ്പിച്ച വാക്യമാണിത്. അപ്പൊ ഇത് പറയുമ്പോൾ പിന്നെ അവർക്ക് പിന്നെ കൂടുതലൊന്നും പറയാനില്ല, പിന്നെ അവർ പിന്നെ എന്നാൽ അവരവരുടെ തിയോളജി മാറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ സത്യത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ തിയോളജി മാറ്റും, പക്ഷേ എല്ലാവർക്കും അവര് ഓ ഞങ്ങൾ കൊച്ചുനാൾ വരെ ഇതല്ലേ പഠിച്ചു വന്നത്, അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പോകണ്ട, പെന്തക്കോസ്താവും പിന്നെ അവര് പരിശുദ്ധാത്മ എന്ന് പറഞ്ഞ് അവര് കിടന്ന് ചാടി തുള്ളുവാണ്, അതിലും ഭേദം ഇവിടെ ഒന്നുമില്ല പരിശുദ്ധാത്മാവെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടിരിക്കുകയാണെങ്കിൽ സമാധാനം ഉണ്ടല്ലോ എന്നിരിക്കും. പക്ഷെ നമ്മൾ അവിടെയല്ല ഇവിടെയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാജമായിട്ടുള്ള അനുകരണമല്ല, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെല്ലാം നിന്നുപോയി പരിശുദ്ധാത്മാവിനെ ഇനി പ്രാപിക്കാൻ നോക്കത്തില്ല എന്ന് പറയുന്ന തെറ്റായിട്ടുള്ള ആ ഒരു ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ഉപദേശം, കാൽവിനിസ്റ്റിക് ഉപദേശവും അല്ല നമുക്കുള്ള. എന്നാൽ യഥാർത്ഥത്തിലുള്ള നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പം എല്ലാ ദിവസവും വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് നിറയാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുമ്പം ദൈവം നമുക്ക് 3 അപ്പം തരും. എന്തൊക്കെയാ? എഡിഫിക്കേഷൻ, എക്സോട്ടേഷൻ, കൺസലേഷൻ. ഒന്ന് പറയുന്നത് 12-ന്റെ 4-ാമത്തെ വാക്യം. മറ്റുള്ളവർക്ക്, അതായത് നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷേ ജീസസിന്റെ വേർഡ് നിങ്ങൾ ഡെയിലി വായിച്ചുകൊണ്ട് പോയി. ഇപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ബൈലിംഗൽ ബൈബിളൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് ഡെയിലി അത് വായിച്ച് ധ്യാനിക്കാനൊക്കെ, മലയാളം ഇംഗ്ലീഷൊക്കെ വായിച്ചൊക്കെ. അപ്പം ഡെയിലി ബൈബിളൊക്കെ വായിക്കുമ്പോൾ ജീസസിന്റെ പിന്നെ ഇതുപോലെ മെസ്സേജസ് ഒക്കെ കേൾക്കുമ്പോൾ ആ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലുള്ളപ്പം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷവും സമാധാനമൊക്കെ ഉള്ളപ്പം ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുമ്പോഴും പറയാനൊക്കെ ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്, നിരാശപ്പെട്ടിരിക്കേണ്ട, ജീസസ് ലവ്സ് യു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ഒരു ഉത്സാഹത്തിനൊരു വാക്ക് പറയാനും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ് എബ്രായർ 13-ന്റെ 5-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നേ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളെ ഉത്സാഹിപ്പിച്ച വാക്യങ്ങളൊക്കെ നമുക്ക് ബാക്കിയുള്ളവർക്കും, നമ്മുടെ സഭയിലുള്ളവർക്കും, നമ്മുടെ സൺഡേ സ്കൂളിലുള്ളവർക്കും, നമ്മളുടെ യൂത്ത് മീറ്റിങ്ങിലുള്ളവർക്കും, നമ്മളുടെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ദൈവം തരുന്ന അവസരം അനുസരിച്ചൊക്കെ നമുക്ക് പറയാനൊക്കെ. അതാ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും, യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും നമ്മളുടെ കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താ, വെളിപാട് 21-ാം 11-ാമത്തെ വാക്യത്തേക്ക് നമുക്ക് വരാം. പറഞ്ഞു വന്നതിൻ്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്ര സമയമായി എങ്കിലും ഇത് വർത്തിട്ട് നമ്മളുടെ എന്തെങ്കിലും ഒരു ഫിക്സഡ് പാറ്റേണിലല്ലല്ലോ നമ്മളുടെ ബൈബിൾ സ്റ്റഡി പോകുന്നത്. കുറച്ച് നമ്മൾ ബൈബിൾ സ്റ്റഡി ഉദ്ദേശിക്കുമ്പോൾ ബൈബിൾ സ്റ്റഡി ചെയ്യണം, വചനത്തിന് വേണ്ടി നമുക്കൊരു ദാഹം ഉണ്ടാകണം. കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, ക്രിസ്തുവിന്റെ വരവ് വെളിപ്പെടാൻ പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ വചനത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വചനത്തിന്റെ പരിജ്ഞാനത്തിന്റെ വരം വേണം എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ വചനം നമ്മൾ കാര്യങ്ങള് ദാഹത്തോടെ മനസ്സിലാക്കണം. അതിപ്പം വചനം പഠിപ്പിക്കേണ്ട ആൾക്കാരൊക്കെ മാത്രം അങ്ങ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് അങ്ങ് ചോദിച്ചാൽ മതിയല്ലോ എന്ന് അങ്ങനല്ല. എല്ലാവരും നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള പ്രാപ്തിക്ക് ഒത്തവണ്ണം എല്ലാവർക്കും ശരിയാണ്, എല്ലാവർക്കും ഒരേപോലുള്ള ആ ഒരു പരിജ്ഞാനത്തിന്റെ വരവൊന്നുമില്ല. എന്നാൽ നമുക്ക് ദൈവം തരുന്ന ആ ഒരു ദാഹത്തിനും പ്രാപ്തിക്ക് ഒത്തവണ്ണം നമ്മൾ വചനം മനസ്സിലാക്കാനും ധ്യാനിക്കാനും മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ നമ്മൾ ഉത്സാഹിപ്പിക്കുമ്പോൾ ദൈവം തന്നെ നമുക്ക് വചനം കൂടുതൽ മനസ്സിലാക്കാനും കാര്യങ്ങളെ കുറച്ചൊരു ഉൾക്കാഴ്ചയോടെ കാണാനൊക്കെ ഉള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെ തരും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വന്നത്. അപ്പം വെളിപാട് പുസ്തകം 21-ാം അധ്യായം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്തു വരുന്നു, പിന്നെ മഹോപദ്രവം ആവുന്ന അവസാനത്തെ 3.5 വർഷക്കാലം, പിന്നെ കർത്താവ് വരുന്നു, അർമഗദോൻ യുദ്ധം, കർത്താവ് വന്ന് 1000 വർഷക്കാലം ഭരണം, അർമഗദോൻ യുദ്ധം കഴിഞ്ഞ് 1000 വർഷക്കാലം ഭരണം. അർമഗദോൻ യുദ്ധം എന്ന് പറഞ്ഞാൽ അവസാനത്തെ യുദ്ധം, ഇത് ക്രിസ്തുവിൻ്റെയും നേതൃത്വത്തിലുള്ള സൈന്യത്തിനെതിരായിട്ടുള്ള കർത്താവിൻ്റെ യുദ്ധം. അന്ന് നമ്മളും കർത്താവിനോട് കൂടി യുദ്ധം ചെയ്യുന്നവരാകും. അപ്പം അതിനുശേഷം 1000 വർഷക്കാലം ഭരണം, അതിനുശേഷം
യുനോ വിശ്വാസികളുടെ ന്യായവിസ്താരം. അപ്പം 1000 വർഷക്കാലം ഭരണത്തിന് തൊട്ട് മുമ്പ് അർമദോൻ യുദ്ധം കഴിഞ്ഞിട്ട് വിശ്വാസികൾക്കുള്ള പ്രതിഫലം, പിന്നെ 1000 വർഷക്കാലം ഭരണം, പിന്നെ അവിശ്വാസികളുടെ ന്യായവിസ്താരം. അതിനിടയ്ക്ക് അവിശ്വാസികളുടെ ന്യായവിസ്താരത്തിന് തൊട്ട് മുമ്പ് സതനെ പിടിച്ച് തീപ്പൊയ്കയിലിടുന്ന കാര്യമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. വെളിപാട് 20:10. അതിനുശേഷം ഈ അവിശ്വാസികളുടെ ന്യായവിസ്താരവും കഴിഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിശ്വാസികളെയും ഈ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം തീപ്പൊയ്കയെ പിടിച്ചിട്ടതിന് ശേഷം എല്ലാം പുതുതാക്കുന്നു. പുതിയ ആകാശം പുതിയ ഭൂമി, അത് വെളിപാട് 21 നമ്മൾ വായിച്ച് കർത്താവെല്ലാം പുതുതാക്കുന്ന കാര്യവും അവിടെ കാന്തയായിട്ട് വെളിപ്പെടുന്ന ആ ഒരു പുത്തൻ യെരൂശലേമിന്റെ കാര്യമൊക്കെ നമ്മൾ 10-11 വാക്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. അവൻ എന്നെ ആത്മവിവശതയിൽ, അല്ലെങ്കിൽ ആത്മാവിന്റെ അധീനതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. ആ വൻമലയിലേക്ക് ആരെ ഇറങ്ങി വരുന്നത്? യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നതും കാണിച്ചു തന്നു. ആൻഡ് ഷോഡ് മീ ദ ഹോളി സിറ്റി ജെറുസലേം കമ്മിങ് ഡൗൺ ഔട്ട് ഓഫ് ഹെവൻ ഫ്രം ഗോഡ്. ഒരു ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം വന്ന് ഇറങ്ങുന്നു. അതിൻ്റെ 11-ാമത്തെ വാക്യം, അതിൻ്റെ ജ്യോതിസ് ഹാവിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അത് ദൈവ തേജസ്സുള്ളവളായിട്ട്, ദൈവ തേജസ് എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ സ്വയത്തിൻ്റെ മരണത്തിലൂടെ പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ തേജസ്, പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതിൻ്റെ തേജസ്, അതിൻ്റെ ജ്യോതിസ്, അതിൻ്റെ ബ്രില്യൻസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അപ്പോൾ ആ സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം എന്നൊക്കെ പറയുന്ന ആ ഒരു സുതാര്യതയെ സൂചിപ്പിക്കുന്ന, കാപട്യമല്ല, സുതാര്യത. നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴും ആ ഒരു സുതാര്യതയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു കാപട്യം, ഒരു അഭിനയമല്ല, എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് എന്ന അകമേ ഒരു സ്വയകേന്ദ്രിതമായ ഒരു ജീവിതമല്ല, മറിച്ച് സുതാര്യമായ സുതാര്യമായുള്ളൊരു കാര്യം. അന്തിമവിജയം പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യം, 11-ാമത്തെ വാക്യം, അതായത് 278-ാമത്തെ പേജ്, അവിടെ 12-ാമത്തെ വാക്യത്തിന് തൊട്ട് മുമ്പുള്ള പാരഗ്രാഫ് ഞാൻ വായിക്കുക. സഭയെക്കുറിച്ച്, വിശുദ്ധ നഗരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം അവൾക്ക് ദൈവ തേജസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സഭ ഇന്നും യഥാർത്ഥത്തിലുള്ള സഭ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കെട്ടിടമുള്ള, ഏറ്റവും വലിയ സെമിത്തേരി ഉള്ള സഭ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള മെഗാ ചർച്ച് എന്നുള്ളതല്ല, മറിച്ച് ദൈവതേജസ് ഉണ്ടോ? ദൈവതേജസ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ സ്ട്രോബ് ലൈറ്റൊക്കെ ഇട്ട് ഏതാണ്ടൊക്കെ കുറെ ബഹളം ഉണ്ടാക്കുന്ന അതല്ല ദൈവതേജസ്. മറിച്ച് ദൈവതേജസ് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്വഭാവം. യേശു ദൈവതേജസ് ഉള്ളവനായിട്ട്, പിതാവിൻ്റെ തേജസ് ഉള്ളവനായിട്ട്, കൃപയും സത്യം നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. എവിടെ വായിക്കുന്നത്? യോഹന്നാൻ 1:14. ജീസസ് dwelt among us full of glory as of the only begotten from the Father. അപ്പൊ അതാ നമ്മളിപ്പം ഇവിടെ ആദ്യ പുസ്തകത്തിൽ സാങ്കുലർ എഴുതിയേക്കുന്നത്. എന്താ? ഞങ്ങൾ അവന്റെ തേജസ്, ദൈവതേജസ് ഉണ്ട് എന്നുള്ളതാണ് സഭയെക്കുറിച്ചുള്ള ഒരു സഭയുടെ പ്രത്യേകത. യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ സഭയിൽ അവിടെ ഒരു ദൈവ തേജസ്, കർത്താവിന്റെ തേജസ്. അതെന്താ ഈ തേജസ് എന്ന് പറഞ്ഞാൽ? കർത്താവിനെ കുറിച്ച് യോഹന്നാൻ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാന്തയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ദൈവ തേജസ് ഉണ്ടെന്ന്, കർത്താവിനെ കുറിച്ച് അതാ പറഞ്ഞിരിക്കുന്നത്. ഇതേ ഈ വെളിപാട് പുസ്തകം എഴുതി അതേ യോഹന്നാൻ തന്നെ യോഹന്നാൻ 1:14 എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കൃപയും സത്യവും നിറഞ്ഞതായി കണ്ടു. യോഹന്നാൻ 1:14 വാക്യം എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാക്യം. യോഹന്നാൻ 1:14. ആ ഒരു കർത്താവ് ഈ ഭൂമിയിൽ വസിച്ച ആ ഒരു പാർത്ത ഒരു കാര്യം, സമാഗമന കൂടാരമായിട്ട് പാർത്തു എന്നുള്ളതാണ് അതിൻ്റെ അക്ഷരികമായ പരിഭാഷ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഡ്വെൽറ്റ് അല്ലെങ്കിൽ പാർത്തു എന്നുള്ള വാക്ക് സ്കേനോ എന്നുള്ള ഒരു പദമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിലാണ് പുതിയ നിയമം. യഥാർത്ഥത്തിൽ പുതിയ നിയമം ആദ്യം ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ പുതിയ നിയമം ഗ്രീക്കിലല്ല, വേറെ ഏതോ ഭാഷയിലാണെന്നൊക്കെ പറഞ്ഞിരുന്നത് ഇന്റർനെറ്റിൽ കുറേ ആൾക്കാർ ഏതാണ്ടൊക്കെ പറഞ്ഞു കൂട്ടുന്നുണ്ട്. എന്നാൽ അതൊക്കെ വ്യാജമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ വളരെ സർവ്വസമ്മതം പണ്ഡിതന്മാരെല്ലാം കൺസെൻസസ് ആയിട്ടുള്ള സമവായത്തിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പുതിയ നിയമം ഗ്രീക്കിൽ എഴുതപ്പെട്ടിട്ടുള്ളത്, പഴയ നിയമം എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെതായ തെളിവുകളും മാനുസ്ക്രിപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഇയർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ, ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് യോഹന്നാൻ 1:14. അപ്പം അവിടെ ദൈവതേജസ്സുള്ള സ്കേനോ, സമാഗമന കൂടാരമായിട്ട് പാർത്തു. മണവാട്ടി കൃപയുടെയും സത്യത്തിൻ്റെയും പങ്കാളിത്തം ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് ദൈവതേജസ്സിനാൽ നിറഞ്ഞു വരികയാണ് ഉണ്ടായത്. യേശുവിൽ ഈ ദൈവതേജസ്, കൃപയും സത്യം നിറഞ്ഞ ദൈവതേജസ്, മണവാട്ടി അതേ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികൾ എന്നൊക്കെ നമ്മൾ
2 പത്രോസ് 1:4 വായിക്കുന്നുണ്ട്. പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ എന്നുള്ളൊരു വാക്ക് വായിക്കുന്നുണ്ട്. 2 പത്രോസ് 1:4. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, റെഫറൻസ് എഴുതി വെക്കാം. 2 പത്രോസ് 1:4 പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ, ആ ദൈവ തേജസ്സിന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ ആ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം, അതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലാവട്ടെ, ജോലി സ്ഥലത്താവട്ടെ, സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, നമ്മുടെ പാടത്താവട്ടെ, പറമ്പത്താവട്ടെ, നമ്മൾ എവിടെ ആയിരുന്നാലും ദൈവ തേജസ്സിന്റെ പങ്കാളിത്തമുള്ളവരായിട്ട്, മണവാളനായിട്ടുള്ള കർത്താവിൽ ആ ദൈവ തേജസ് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ പാർത്തുവെങ്കിൽ കാന്തയായിട്ടുള്ള എനിക്കും അതേ തേജസ് വരണം. എങ്ങനെയാ തേജസ് വരുന്നേ? യേശു എങ്ങനെയാ തേജസ് പ്രാപിച്ചത്? യേശുവും എൻ്റെ ഹിതം ചെയ്യാനുമല്ല പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ അത്രേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ആ ക്രൂശിൻ്റെ വഴിയിലൂടെയാണ് യേശുവിലും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവ് മുതിർന്നു വന്നത് എന്നുള്ള കാര്യമൊക്കെ, കർത്താവ് മുതിർന്നു വന്നു എന്നൊക്കെ കൃപയിലും ജ്ഞാനത്തിലും ഒക്കെ മുതിർന്നു വന്നതായിട്ടൊക്കെ ലൂക്കോസ് 2:40 52 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കർത്താവ് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തൻ്റെ ഇഷ്ടത്തെ ഇപ്പോഴും ഏൽപ്പിച്ചു കൊണ്ടേയിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ പിതാവിന് യേശുവിനെ പകരാൻ സാധിച്ചത്. പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ അല്ലയോ യേശുവിന് കൊടുത്തതെന്നുള്ളൊരു കാര്യമൊക്കെ യോഹന്നാൻ 3:34 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യത്തിലേക്കൊന്നും പോകാൻ സമയമില്ല. യോഹന്നാൻ 3:34 അത് പറയുന്നുണ്ട്, യേശുവിന് അളവ് കൂടാതെ പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകി. അതിൻ്റെ കാരണം യേശു അളവ് കൂടാതെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ യേശുവിലെ പിതാവിൻ്റെ തേജസ് പരിശുദ്ധാത്മാവിലൂടെ നിറഞ്ഞു. യേശു ദൈവപുത്രനായതുകൊണ്ട് വന്ന് നിറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് യേശു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ടും സമ്പൂർണ്ണമായിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് താഴ്ത്തി ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ഏറ്റവും താഴ്ത്തിയത് കൊണ്ട് പിതാവ് ഏറ്റവും ഉയർത്തി എന്നുള്ളൊരു കാര്യം. അത് കർത്താവിൻ്റെ മരണത്തിന് ശേഷം ഉയർത്തിയത് മാത്രമല്ല, കർത്താവിൻ്റെ ഭൂമിയിലുള്ള ജീവിതത്തിലും ആത്മീയമായിട്ട് യേശുവിനെ ഏറ്റവും ഉയർത്തി. കൂട്ടുകാരിൽ പരമായിട്ട് അവനെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തു എന്നൊക്കെ എബ്രായർ 1:9 വാക്യം, സങ്കീർത്തനം 45 എന്നൊക്കെ കൂട്ടിയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. സോ മണവാട്ടി കൃപയുടെയും സത്യത്തിൻ്റെയും പങ്കാളിത്തം ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് ദൈവ തേജസ്സിനെ നിറഞ്ഞു വരികയാണുണ്ടായത്. അവളുടെ ജ്യോതിസ് സ്ഫടിക സ്വച്ഛതയുള്ളതായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവൾ കാപട്യമില്ലാതെ, സ്ഫടിക സ്വച്ഛത, ക്രിസ്റ്റൽ ക്ലിയർ ജാസ്പർ, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. എന്തോ ഒരു മൂടൽ മാതിരി, ഒരു വേഗ് ആംബിഗ്വസ്, ചില സഭാ നേതൃത്വങ്ങളൊക്കെ അവരുടെ അതിൻ്റെ വലിയ വലിയ ആൾക്കാരോടൊന്നും ആർക്കും അടുക്കാൻ പോലും ഒക്കത്തില്ല. എന്തോ ഭയങ്കര ആംബിഗ്വിറ്റി, എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് പല അവരുടെ ഇടപാടുകളും വ്യവഹാരങ്ങളും ഒക്കെ ചോദ്യചിഹ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവസഭ വളരെ ലളിതമായിട്ടുള്ള, അത് ക്രിസ്റ്റൽ ക്ലിയർ ജാസ്പർ, അവിടെ ഒന്നും ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. വളരെ സുതാര്യമായിട്ടുള്ള നമ്മളുടെ ഫൈനാൻസ് സ്റ്റേറ്റ്മെൻ്റ് ആകട്ടെ, അല്ലെങ്കിൽ വേറെ അതുപോലെയൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകളൊന്നും നമുക്ക് ഒളിക്കാനോ മറയ്ക്കാനോ ഒന്നുമില്ല. ഇതൊക്കെയാണ് ഇതൊക്കെയാണിത്. അത് നമ്മളുടെ ഗവൺമെൻറ്റിന് മുമ്പിലും ബാക്കി അധികാരികളുടെ മുമ്പിലും ഒക്കെ നമുക്ക് ഇതാണ് ഉള്ളത്. അല്ലാതെ നമ്മൾ അത് വേറെ കുതന്ത്രത്തിൽ പല രീതിയിൽ കാശ് വേറെ പല രീതിയിലൊക്കെ വാങ്ങിക്കുകയും അങ്ങനെയൊക്കെ കർത്താവിൻ്റെ നാമത്തിന് അപമാനമായിട്ടൊക്കെ ഉള്ള പല സംവിധാനങ്ങളൊക്കെ കർത്താവിൻ്റെ പേരിൽ ഇന്ന് ഭൂമുഖത്ത് നിലകൊള്ളുന്നുണ്ടെങ്കിൽ, എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവസഭയിൽ ഒരു സുതാര്യതയുണ്ട്. എല്ലാ നാട്യങ്ങളിൽ നിന്നും അവൾ തന്നെ ശുദ്ധീകരിക്കുന്നു, അകവും പുറവും ഒരുപോലെ ആയതിനാൽ അവൾ ഏറെ സുതാര്യതയുള്ളവളാണ്. ഇനിയിപ്പം 12 വാക്യം, അതിൻ്റെ ആ വെളിപാട് 21 12 വാക്യം ഇപ്പം അജ്ബേർ അത് സാഗ്ബേറിൻ്റെ അന്തിമവിജയം പുസ്തകത്തിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ജഗബേർ അതിൻ്റെ ആ വാക്യവും അതിൻ്റെ എക്സ്പ്ലനേഷനും ഇപ്പം വായിക്കുമല്ലോ. അതിന് പൊക്കമുള്ള വൻമതിലും 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. യെരൂശലേമിന്റെ സഭയുടെ വർണ്ണന ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ മതിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്നത് ശ്രദ്ധേയമാണ്. നാം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നഗരത്തിലെ ഉത്തുംഗങ്ങളായ കൊത്തളങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും വർണ്ണന ആരംഭിക്കുക. പക്ഷേ പരിശുദ്ധാത്മാവ് മതിലുകളെ കുറിച്ച് ആദ്യം പരാമർശിക്കുന്നു. പൊക്കമുള്ള വൻമതിലാണ് അതിന് ഉള്ളത്. ലോകത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഉള്ള വേർതിരിവിനെ ആണ് അത് കാണിക്കുന്നത്. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും മതിലിന് പുറത്ത് തന്നെ. വെളിപ്പാട് 22:15.
പൊക്കമുള്ള വൻമതിൽ സഭയ്ക്ക് ചുറ്റും ഇന്നു തന്നെ നിർമ്മിക്കുന്നവർ അനുഗ്രഹീതരാണ്. കാരണം അപ്പോൾ ആളുകൾ മതിൽ ചാടിക്കടന്ന് സഭയ്ക്കകത്ത് കടക്കുവാൻ പ്രയാസമായിരിക്കും. അവർക്ക് ഇടുക്കുവാതിലൂടെ സൂചിക്കുഴിയിലൂടെ സൂചിക്കുഴിയുടെ വലിപ്പം മാത്രമുള്ള ആ വാതിലിലൂടെയാണ് തന്നെ കടക്കേണ്ടി വരും. ലോകത്തെയും പണത്തെയും സ്നേഹിക്കുകയും സഭയിൽ പ്രവേശിപ്പാൻ തങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിപ്പാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ സുഗമമാക്കി കൊടുക്കുവാൻ നാം തുനിയരുത്. അത്തരക്കാർക്ക് ഇടുക്കുവാതിൽ കാട്ടിക്കൊടുത്തത് കാര്യങ്ങൾ കൂടുതൽ പ്രയാസമുള്ളതാക്കി തീർക്കുവാനാണ് ശ്രമിക്കേണ്ടത്. തന്റെ പണത്തെ ദൈവത്തെക്കാൾ ഏറെ സ്നേഹിക്കുകയും അതേസമയം നിത്യജീവൻ ലഭിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ചെറുപ്പക്കാരനോട് യേശു അങ്ങനെയാണല്ലോ പെരുമാറിയത്. ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, ചുരുക്കം പേർ മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ. ധാരാളം പ്രസംഗകർ, ഊരിക്കാർ മതിലിന്റെ പൊക്കം കുറയ്ക്കുവാനും പ്രവേശന കവാടം വലുതാക്കുവാനും ശ്രമിക്കുന്നുണ്ട്. സഭയിലേക്ക് ധാരാളം ആളുകളെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇത്. പക്ഷേ അങ്ങനെയുള്ള സഭ അവരുടെ സഭയായിരിക്കും, യേശു പണിയുന്ന സഭയായിരിക്കില്ല. യെരുശലേമിന് പൊക്കമുള്ള വൻമതിലാണ് ഉള്ളത്. യെരുശലേമിന് 12 ഗോപുര കവാടങ്ങളാണ് ഉള്ളത്. ഇവിടെ പരിശുദ്ധാത്മാവ് രക്ഷയുടെ ഇടുക്കുവാതിലിനെ അല്ല, തികച്ചും വ്യത്യസ്തമായ മറ്റു ചിലതിനെയാണ് ചിത്രീകരിക്കുന്നത്. യെശയ്യാവ് 60:18 പറയുന്നത്, നിന്റെ മതിലുകൾക്ക് രക്ഷ, അതായത് പാപത്തിൽ നിന്നുള്ള രക്ഷയും ലോകത്തിൽ നിന്നുള്ള രക്ഷയും വേർതിരിവും എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും എന്നാണ്. മൊത്തം 12 ഗോപുര കവാടങ്ങളാണ് ഉള്ളത്. വടക്കും കിഴക്കും പടിഞ്ഞാറും 3 വീതം. ഏത് ദിശയിൽ നിന്ന് വന്നാലും നാം ദൈവസന്നിധിയിൽ പ്രവേശിക്കണമെന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. സ്തുതിയുടെയും നന്ദിയുടെയും ആത്മാവിലാണ് ഇങ്ങനെ പ്രവേശിക്കേണ്ടത്. പിറുപിറുപ്പിനും പരാതിക്കും പരിഭവത്തിനും ഒന്നും സഭയിൽ യാതൊരു സ്ഥാനവുമില്ല. പുതിയ യെരുശലേമിനെ കുറിച്ച് ആദ്യം തന്നെ പ്രസ്താവിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ ഇവയാണ്. 1, വേർതിരിവിന്റെ മതിൽ. 2, സ്തുതിയുടെ ഗോപുരങ്ങൾ. സഭയിൽ നാം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ്. 12 ഗോപുരങ്ങളിലും എഴുതിയിട്ടുള്ള പേർ ഇസ്രയേലിലെ 12 ഗോത്രങ്ങളുടേതാണ് എന്നത് ശ്രദ്ധേയമല്ലേ? ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ഭാഗമായി പഴയ നിയമ വിശുദ്ധന്മാരെ ഉണ്ടെന്ന് ഇത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യുഗപരമായ ഇടപാടുകളെ കുറിച്ച് പരിജ്ഞാനമുള്ള ബൈബിൾ പണ്ഡിതന്മാർ എന്തു തന്നെ പറഞ്ഞാലും വളരെ ആലങ്കാരികമായിട്ട് എന്ന ആത്മീയാർത്ഥങ്ങളുള്ള ചില പോർഷൻ എന്തുകൊണ്ടാണ് ദൈവം വളരെ ആലങ്കാരിക ഭാഷയിലൊക്കെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്? എന്നെ പ്ലെയിൻ ആയിട്ട് അങ്ങ് എഴുതിയാൽ പോരായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആ വാക്യം വായിച്ചിട്ടുണ്ട്. എവിടെ? ഇറ്റ് ഈസ് എ ഗ്ലോറി ഓഫ് കിങ്സ് ടു സെർച്ച് ഔട്ട് എ മാറ്റർ. രാജാക്കന്മാരുടെ മഹത്വം എന്താണ്? പ്രോവേർബ്സ് സദൃശവാക്യം 25-ന്റെ 2-ാമത്തെ വാക്യം. സദൃശവാക്യം 25-ന് നമ്മൾ ബൈബിളിലെ പല കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ സിമ്പിളാണ്. എന്നാൽ ചില ആലങ്കാരികമായിട്ടുള്ള ഭാഷ, എസ്പെഷ്യലി വെളിപാട് പുസ്തകത്തിൽ സദൃശവാക്യം 25-ന് 2 എഴുതിയോ? അത് എടുത്തോ? എന്താ ഇവിടെ പറയുന്നേ? കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം. ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. നമ്മുടെ ദൈവം രാജാക്കന്മാരായും പുരോഹിതന്മാരുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗം എന്നൊക്കെയാണ് 1 പത്രോസ് 2:9 നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ രാജാക്കന്മാരായും പുരോഹിതന്മാരായും എന്നൊക്കെ. വെളിപാട് 5:10
വെളിപാട് 1:5 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന വാക്യമൊക്കെ എഴുതിയെടുക്കാം. എവിടെ? 1 പത്രോസ് 2:9, വെളിപാട് 1:5, വെളിപാട് 5:10, റെവലേഷൻ 1:5, 5:10. ആ വാക്യങ്ങളൊക്കെ എടുത്ത് നോക്കണം. എന്നിട്ട് ഈ അങ്ങോട്ട് പറഞ്ഞത് ശരിയാണോ? ഈ ബരോവായിലെ വിശ്വാസികളെ പോലെ, തുറിയൻസിനെ പോലെ കറക്റ്റാണ് ഈ റെഫറൻസസ് എന്നൊക്കെ. അപ്പൊ അവിടെ എന്താ പറയുന്നത്? വി ആർ കിങ്സ് ആൻഡ് പ്രീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രാജാക്കന്മാർ. അപ്പൊ രാജാക്കന്മാരുടെ മുഖത്ത് നിന്ന് ആരാഞ്ഞ അവിടെ 12 ഗോപുരങ്ങളുണ്ട്, ഏതാണ്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 12 ദൂതന്മാരുണ്ട്, എന്തോ വലിയ മതിലുണ്ട്. അപ്പോൾ എന്തോ മതിലുണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള അതിലല്ല. എന്നാൽ കർത്താവേ, അതിലെന്താ, എന്താ ഈ മതിൽ സൂചിപ്പിക്കുന്നേ? അപ്പം അത് ദൈവം നമുക്ക് ആ ഒരു ഗുഡ് ടീച്ചേഴ്സ് ഓഫ് ദ വേർഡ്, സായിക് പെരുമ്പ്രതിനെ പോലുള്ള വചനത്തിൻ്റെ നല്ല ഉപദേഷ്ടാക്കന്മാരെ ദൈവം നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും സിമ്പിളായിട്ട് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഈ റിസോഴ്സസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കണം. എന്നാൽ ആ കാര്യങ്ങളൊക്കെ, അതൊക്കെ റിസോഴ്സസ് ഒക്കെ ഉണ്ടായിട്ട് പോലും അതുപോലും നമ്മൾ വായിച്ച് മനസ്സിലാക്കാനോ അത് ഗ്രഹിക്കാനോ നമുക്കൊരു ഉത്സാഹം ഇല്ലെങ്കിൽ അയ്യോ കഷ്ടം. അപ്പം അത് വെളിപാട് 21 അധ്യായത്തിന് 12 വാക്യം നമ്മളിപ്പം വായിച്ചു. ഈ യെരുശലേം ദൈവ തേജസ്സുള്ളവളായിട്ട് ഇറങ്ങി വരുവാണ്. അതായത് ബ്രൈഡ് മാരേജിന് പെട്ടെന്ന് കാറി വന്ന് ഇറങ്ങി ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിലോട്ട് കയറുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ മണവാട്ടി വെളിപ്പെടുകയാണ് ദൈവ തേജസ്സുള്ളവളായിട്ട്. അവളുടെ ഒരുക്കം പരിശുദ്ധാത്മാവിൻ്റെ ബ്യൂട്ടിഫിക്കേഷനാണ് അവിടെ നടക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇത്ര നാളും അവളെ കറയും ചുളുക്കമൊക്കെ മാറ്റി അവളെ ഏകപുരുഷന് നിർമ്മല കന്യകയായിട്ട് വിവാഹ വാഗ്ദാനം ചെയ്ത് അവൾക്ക് അവിടെ തേജസ്സുള്ളവളായിട്ട് മുൻനിർത്തേണ്ടതിനെന്നൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 11 2-3 വാക്യത്തിൽ ഏകപുരുഷൻ നിർമ്മല കന്യകയായിട്ടത് 2 കൊരിന്ത്യർ 11 2-3 വാക്യങ്ങളിൽ വായിക്കുന്ന വാക്യം നമുക്കറിയാം. 2 കൊരിന്ത്യർ 11 2-3. പിന്നെ എഫേസ്യർ 5 അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിലൊക്കെയാണ് ആ ഒരു കാന്തയെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനെന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. കറയും ചുളുക്കമൊക്കെ മാറ്റി. അപ്പം അങ്ങനെ നമ്മളും അതിൻ്റെ ഭാഗമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സിന് നമ്മൾ വിധേയരാകണം. ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിലെ പരാതിയും വെറുവെറുപ്പും കയ്പും അശുദ്ധിയും നികളവും ലോകമയത്വവും ലോകത്തോടുള്ള സ്നേഹവും വസ്തുവകളോടുള്ള സ്നേഹം മനുഷ്യമാനം തേടുന്ന കാര്യങ്ങൾ ആകുല ചിന്തകൾ അങ്ങനെയൊക്കെയുള്ള പല പല കോപവും ദേഷ്യവും അങ്ങനെയൊക്കെയുള്ള പല നിരാശയും പല പല തരത്തിലുള്ള പാപങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരാനുള്ളൊരു സാധ്യതയുള്ളപ്പം അതിൻ്റെ പ്രലോഭനങ്ങളും അതിലേക്കൊക്കെ നമ്മൾ വീണു പോകുമ്പോൾ നമ്മൾ അവിടെ കിടക്കാനല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മെ തന്നെ കർത്താവിനായിട്ട് ഏൽപ്പിച്ച് കൊടുത്ത് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ദൈവതേജസ് പ്രാപിക്കണം. ഒരു ദിവസവും ഒരു പ്രലോഭനത്തിന് മധ്യത്തിന് കർത്താവെ എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലൊരു ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ആത്മാവിലേക്ക്, തേജസ്സിൻ്റെ നിത്യഘനം എന്നൊക്കെ 2 കൊരിന്ത്യർ 4:17 നമ്മൾ വായിക്കുന്നത് പോലെ തേജസ്സിൻ്റെ നിത്യഘനം, ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി 2 കൊരിന്ത്യൻസ് 4:17 വായിക്കുന്നത് പോലെ. അപ്പം അങ്ങനെ ഉള്ള ജ്യോതിസ്, സുതാര്യത, സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം, അവിടെ ആ ഒരു ജാസ്പർ എന്ന് പറയുന്ന ഒരു വിലയേറിയ കല്ലൊക്കെ, ആ ഒരു വിലയേറിയ കല്ലുകൾ, പൊന്ന് വെള്ളി വിലയേറിയ കല്ലുകൾ കൊണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതെന്നൊക്കെ 1 കൊരിന്ത്യർ 3 നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 3:12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ മരംപുല്ല് വൈക്കോല് പോലെയുള്ള നശ്വരമായിട്ടുള്ള മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലൂടെ മനുഷ്യനിലേക്ക്, അതാ മരംപുല്ല് വൈക്കോല്, അങ്ങനെയല്ല, പൊന്ന് വെള്ളി വിലയേറിയ കല്ലുകൾ. ഇവിടെ ഒരു വിലയേറിയ കല്ല് നമ്മളിപ്പം 11 വാക്യത്തിൽ എന്താ, കോസ്റ്റ്ലി സ്റ്റോൺ, വിലയേറിയ രത്നത്തിന് തുല്യമായി. 11 വാക്യം കണ്ടോ? 12 ഞാൻ വരുക. അതിൽ തന്നെ 11 തന്നെ വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ. അപ്പോൾ ഈ സൂര്യകാന്തം എന്ന് പറഞ്ഞാൽ വിലയേറിയ ഒരു കല്ല, ജാസ്പർ. ജാസ്പർ എന്നൊക്കെ ചില സഹോദരങ്ങളുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജാസ്പർ ഇതിന് മലയാളത്തിലുള്ള വാക്ക് സൂര്യകാന്തം. അതൊരു രത്നമാണ്, വലിയ വിലയേറിയ രത്നം. ഭയങ്കര പിന്നെ എത്ര വിലയുണ്ടെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പം കോടികളൊക്കെ കാണുമായിരിക്കും, ഏതെങ്കിലും ലക്ഷങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അത്രയും വിലയുള്ള, അപ്പം അത് ആത്മീയമായിട്ട് പറഞ്ഞാൽ അത് മണവാട്ടി, അങ്ങനെ ആ മണവാട്ടിയുടെ ജ്യോതിസ് അതുപോലെയുള്ള തേജസ്സായിരുന്നു, ജ്യോതിസായിരുന്നു, വെളിച്ചമായിരുന്നു, ബ്രില്യൻസ് ആയിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ താഴ്മയും സൗമ്യതയും, ക്രിസ്തുവിൻ്റെ തീക്ഷ്ണതയും കാർക്കശ്യവും, ലോകമയത്വത്തിനും പാരമ്പര്യത്തിനും പാപത്തിനും എതിരായിട്ടുള്ള ആ ഒരു കാർക്കശ്യവും ഒക്കെ കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുമ്പോൾ അത് അതുപോലെയുള്ള ഒരു സൂര്യകാന്തം പോലെ വിലയേറിയ രത്നമാണ്. അത് രത്നങ്ങളൊക്കെ എവിടെ ഫോം ആവുന്നേ?
അത് ഭൂമിക്ക് അടിയിലാണ് ഭൂമാവുന്നത്. വളരെ വളരെ സമ്മർദ്ദത്തിലൂടെ ഒക്കെ കാര്യങ്ങൾ പോകുമ്പോഴാണ് ആ കാർബൺ എന്നുള്ള എലമെന്റ് വളരെ പ്രത്യേകമായ രീതിയിലൊക്കെ അറേഞ്ച്ഡ് ആയിട്ടാവുമ്പോഴൊക്കെയാണ് ഈ രത്നങ്ങളൊക്കെ ഫോംഡ് ആവുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ക്രൂശിന്റെ വഴിയിലൂടെ നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനെയൊക്കെ മരിക്കാനായിട്ട് ഏൽപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഒരു സമയം ഏൽപ്പിച്ചു കൊടുക്കും. ഇപ്പം മനുഷ്യമാനം തേടാതെ കർത്താവിൻ്റെ മാനം മാത്രം അന്വേഷിക്കുകയും കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടാനായിട്ട് നമ്മുടെ ജീവിതം കർത്താവിഹിതം ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ എന്താ വിലയേറിയ രത്നങ്ങൾ ഉരുവാകുകയും ചെയ്യുന്നത്. വിലയേറിയ രത്നത്തിൻ്റെ ബ്രില്യൻസ് പോലെ കർത്താവിൻ്റെ കാന്ത ശോഭിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ കാന്തയ്ക്ക് ഈ യെരൂശലേം എന്ന ഈ ഒരു പട്ടണത്തോട് ഒരു കാന്തയോട് ഒരു സ്ത്രീയോട് ഉപമിക്കുന്നു, ഒരു പട്ടണത്തോട് ഉപമിക്കുന്നു. യെരൂശലേം എന്ന് പറഞ്ഞ പട്ടണമാകുമ്പോൾ എന്ത് വേണം? പട്ടണത്തിന് ചുറ്റും എന്തുണ്ട്? നമുക്ക് വീടിന് ചുറ്റും എന്തുണ്ട്? മതിലുണ്ട്. അപ്പൊ അതാ മതിലിന്റെ കാര്യം 12ാമത്തെ വാക്യത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയ എന്താ നമ്മൾ വായിച്ച്? അതിന് വളരെ ചെറിയൊരു മതിലുണ്ട് അല്ലേ? ഒരു അരമതിലുണ്ട്. അങ്ങനെയാണ് വായിച്ചേ? ഇല്ല. അരമതിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാല് കവിച്ച് വെച്ചങ്ങ് പോവാം. ഇത് ആർക്ക് വേണമെങ്കിലും വന്ന് കയറാം, വന്ന് കയറി ഇറങ്ങി നിറങ്ങാം. പക്ഷെ അങ്ങനെയുള്ള മതിലല്ല ഇത്. ഒക്കെ ഉള്ള വൻ മതില്. അതാ ഇറ്റ് ഹാഡ് എ ഗ്രേറ്റ് ആൻഡ് ഹൈ വാൾ എന്നുള്ളൊരു കാര്യം. 12 ഗേറ്റുകളുണ്ട്. അപ്പൊ എന്തൊരു വലിയ പട്ടണമായിരിക്കും. 12 ഗേറ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ 1-2 ഗേറ്റ് അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം കാണുമായിരിക്കും അല്ലേ? എന്നാൽ ഇത് 12 ഗേറ്റ്, അത് ഓരോ വശത്തേക്കും, അത് 4 ഡയറക്ഷനിൽ 3 × 4 12. അപ്പം 3 × 4 12. അപ്പം 4 വശത്തേക്കും 3 ഗേറ്റുകൾ, അങ്ങനെ 12 ഗേറ്റുകളുള്ള വലിയ മതിൽ, ഗ്രേറ്റ് ചൈന വൻമതിലിനെയൊക്കെ തോൽപ്പിക്കുന്ന വലിയ മതില് ആണ് ഈ യെരൂശലേമിനുള്ളത് എന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പം ആ മതിലെന്ന് പറയുമ്പോൾ നമ്മളിപ്പം അനുഭവിച്ച പുസ്തകത്തിൽ വായിച്ചതുപോലെ അത് ഒരു വേർതിരിവിനെ സൂചിപ്പിക്കും. ഡിനോട്ട് സെപ്പറേഷൻ. ഇപ്പം നമ്മൾ മതില് ബാക്കിയുള്ള കോമ്പൗണ്ടും നമ്മുടെ കോമ്പൗണ്ടും തമ്മിലുള്ള ഒരു അതിർത്തിയാണ് അല്ലേ? അപ്പം അത് ബാക്കിയുള്ളവർക്ക് ഈസി ആയിട്ട് വന്ന് കയറാതിരിക്കാൻ വേണ്ടി ഒരു മതിലും ഗേറ്റും ഒക്കെ ഉള്ളപ്പം ആർക്കും എപ്പോഴും വെറുതെ വന്നെങ്കിൽ കയറാൻ പറ്റത്തില്ല. അവരെ ബെല്ലടിച്ച് തുറന്ന് ഒക്കെ വേണം കയറാൻ എന്ന് പറഞ്ഞതുപോലെ സഭയാണ് ഇവിടെ യെരൂശലേം എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിലുള്ള സത്യസഭയ്ക്ക് ഒരു മതിലുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വന്ന് കാട്ടിക്കൂട്ടാവുന്ന എന്തെങ്കിലും കോപ്രായം കാണിക്കാനോ, എന്തെങ്കിലും മനുഷ്യമാനം തേടാനോ, എന്തെങ്കിലും പണപ്പിരിവ് നടത്താനോ, എന്തെങ്കിലും ദുരുപദേശങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാനും, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഷോയും പെർഫോമൻസും ഒക്കെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വലിയ പാട്ടുകാരാന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ജ്ഞാനമുള്ളവരാന്നോ കാണിക്കാനൊക്കെ ലോകമയത്തമുള്ള ആർക്കെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകാനുള്ള ഒരു ഇടമല്ല സഭ. അവിടെ ഒരു മതിലുണ്ട്. ആ വലിയ മതിലിലൂടാണ്. ആ മതിൽ ആരാന്ന് ചോദിച്ചാൽ ആരാ ഈ മതിൽ? മതിലെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണോ? മതിലൊരു സാധനമല്ലേ, ഒരു തിങ് അല്ലേ? പക്ഷേ ആ മതിൽ ഒരു വ്യക്തിയായിട്ട് പറയുന്ന ആ വാക്ക് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം. സെഖര്യാവിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഓർമ്മ വരും അല്ലേ? സെഖര്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അത് വെറും മതിലൊന്നും അല്ല, അഗ്നി മതിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളുടെ ചുറ്റും മതിലുണ്ട്, അത് മൊത്തം അത് അഗ്നി മതിലാന്നിരിക്കട്ടെ. ഈ അഗ്നിയിലൂടെ ഒരാൾക്ക് ഇതിനകത്തൂടെ കടന്നു വരാനൊക്കത്തുള്ളൂ. അതാ നമ്മൾ സെഖര്യാവിന്റെ പുസ്തകം, ഞാൻ നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ മഹത്വവും അതിന് ചുറ്റും ഒരു അഗ്നി മതിലായിരിക്കും. സെഖര്യാവ് 2-ാം അധ്യായം. സെഖര്യാവിന്റെ പുസ്തകം എടുത്തു. സെഖര്യാവിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ മലാഖിയുടെ പുസ്തകത്തിന് തൊട്ട് മുമ്പ്, അതിന്റെ 2-ാം അധ്യായത്തിന്റെ മലാഖിയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം. അതിന്റെ തൊട്ട് മുമ്പ് സെഖര്യാവിന്റെ പുസ്തകം. അപ്പൊ 2-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അവിടെ യെരൂശലേമിനെ കുറിച്ച് പറയുക, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും, അഗ്നി മതിലായിരിക്കും, വെറും മതിലല്ല, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം സഭയുടെ നടുവിലുള്ള മഹത്വം ആരാണെന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെ മഹത്വം. സഭയുടെ ചുറ്റുമുള്ള മതിൽ ആരാണെന്ന് ചോദിച്ചാൽ ആ അഗ്നി മതിലും തീ മതിലും ആരാണ്? യേശു കർത്താവ് തന്നെയാണ്. എത്ര വലിയൊരു ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് പറയില്ലേ, കർത്താവ് തന്നെയാണ് ഇടയും, കർത്താവ് തന്നെയാണ് ആടുകളുടെ വാതില് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലോജിക്കിൽ ഒതുങ്ങുന്ന കാര്യമല്ല. എന്നാൽ അത് ആലങ്കാരിക ഭാഷയിൽ നമുക്ക് കാര്യങ്ങളുടെ ആത്മീയ സത്ത മനസ്സിലാക്കാൻ വേണ്ടി ദൈവവചനം അങ്ങനെ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ആ മതിലും കർത്താവാണ്, അതിന് ചുറ്റുമുള്ള മതിലും കർത്താവാണ്.
ആ സഭയുടെ നടുവിലുള്ള മഹത്വം ആരാണ്? ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പ്രീച്ചറാണോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രസംഗി, ഏറ്റവും വലിയ പാട്ടുകാരൻ ആണോ സഭയുടെ മഹത്വം? അല്ല, ഒരിക്കലും അല്ല. മറിച്ച് സഭയുടെ മഹത്വം കർത്താവ് തന്നെ, യേശുവാണ് ആ സഭയുടെ മഹത്വം. ഉം. ആ മഹത്വം കർത്താവ് വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് യെശയ്യാവ് 42:8 നമ്മൾ വായിക്കുന്നുണ്ട്. ആ, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. സഖരിയാവ് 2:5 വാക്യത്തിൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും സഭയിലോട്ട്, അപ്പം പിന്നെ ആർക്കും സഭയിലോട്ട് വരാൻ പറ്റത്തില്ലേ? അയ്യോ, അപ്പം പിന്നെ എന്ത് ചെയ്യ? വരാൻ പറ്റും, കർത്താവാകുന്ന വാതിലൂടെ വരണം. അത് ഇടുക്ക് വാതിലാണ്. കർത്താവാകുന്ന വാതിലൂടെ വരണം. അത് മാത്രമല്ല, ഈ മതിൽ താണ്ടി വരുമ്പം എന്ത് വരും എന്ന് വെച്ചാൽ, ജഡമെല്ലാം കത്തിക്കരിഞ്ഞിട്ടേ ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമുക്ക് സഭയിൽ ഇങ്ങനെ പുതുതായിട്ട് ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ആ ഒരു സഭയുടെ ഭാഗമായിട്ടായി തീരണമെങ്കിൽ, യഥാർത്ഥത്തിൽ സഭയോട് ഇൻ്റഗ്രേറ്റഡ് ആവണേ. നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഒരു സഭയിലായിരിക്കും, പക്ഷേ ആ സഭയുടെ ആത്മീയ ശരീരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമ്മളങ്ങ് സഭയോട് വെൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട്, ഒരു ശരീരത്തിന് അവയവമായിട്ട് സഭയോട് ഇൻ്റഗ്രേറ്റഡ് ആവുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, അതൊരു അഗ്നി ശുദ്ധിയിലൂടെ കടന്നു പോകണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മളിപ്പം ചപ്പാത്തിയോ ചോറോ ഒക്കെ കഴിക്കുമ്പം അത് നമ്മൾ വാഗോണ്ട് എടുത്ത് കഴിക്കുന്നു, ചവച്ച് കഴിച്ച് അത് നമ്മളുടെ സ്റ്റൊമക്കിലോട്ട് ചെല്ലുമ്പോൾ, ആമാശയത്തിലോട്ട് ചെല്ലുമ്പോൾ എന്ത് പറ്റും? ആ, അവിടെ ആസിഡാണ്, ആസിഡ് കോരി ഒഴിക്കുക. നമ്മൾ ആരുടെങ്കിലും പുറത്ത് ആസിഡ് കോരി ഒഴിച്ചാൽ വലിയ വലിയ ക്രിമിനൽ കുറ്റമാണ്. ഇവിടെ ആ, യഥാർത്ഥത്തില് ആസിഡിന്റെ ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ നമ്മുടെ ആമാശയത്തിലുള്ള ചെറിയ അതുപോലുള്ള ആസിഡൊക്കെ വന്ന് പ്രവർത്തിച്ചാൽ ഈ ആഹാരം അത് വിഘടിച്ച് വിഘടിച്ച് അതിന്റെ പോഷകങ്ങളൊക്കെ പതുക്കെ പതുക്കെ അത് ഡിയോഡിനം, ജജുനം, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അത് ചെറുകുടൽ, വൻകുടൽ, അതിലൊക്കെ ഈ അതിൻ്റെ പോഷകങ്ങളും ജലമൊക്കെ അത് അബ്സോർബ് ആവത്തുള്ളൂ. എന്നാലേ അത് ശരീരത്തിന് പോഷണമായിട്ട്, ശരീരത്തിന്റെ ഭാഗമായിട്ട് തീരും. കുറച്ച് കഴിയുമ്പോൾ ചപ്പാത്തിയായിട്ട് തന്നെ ഇരിക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഛർദ്ദിച്ച് ഇത് വെളിയിൽ കളയേണ്ടി വരും, അത് ദഹിക്കുന്നില്ലെങ്കിൽ. എന്നാൽ അത് അതങ്ങ് വിഘടിച്ച് അത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് അതിലുള്ള കുറച്ച് പ്രോട്ടീൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, കുറച്ച് അതിൻ്റെ ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ, അതിലുള്ള വെള്ളത്തിന് കണ്ടന്റ് അങ്ങനെ, അത് ശരീരത്തിന് കുറച്ച് കഴിയുമ്പോൾ ചപ്പാത്തി ഇല്ല, മറിച്ച് അത് നമ്മുടെ രക്തവും മാംസവും എല്ലിൻ്റെയൊക്കെ ഭാഗമായിട്ടായിത്തീരുന്നു. എന്ന് പറയുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിട്ടായിത്തീരുന്നത് ഒരു ആസിഡ് ആസിഡ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ചില തിരുത്തലുകളും വചനത്തിൻ്റെതായ ചില കാർക്കശ്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എൻ്റെ ഹിതം പോലല്ല അവിടുത്തെ ഹിതം പോലെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടമാകുന്ന ആ ജഡമൊക്കെ ചിന്തപ്പെട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനോട് നമ്മൾ ആത്മാവിൽ ഒന്നാവുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സഹോദരങ്ങളോട് ആത്മാവിൽ ഒന്നായി അങ്ങനെ സഭയുടെ ഭാഗമായി തീരണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, എങ്ങനെയായി സഭയുടെ ഭാഗമാകുന്നത്? അഗ്നിമതിലിലൂടെ കടന്നു വരണം. അതാ നമ്മളിപ്പം വായിച്ചു സെഖര്യാവ് 2:5 പൊക്കമുള്ള വൻമതിലുണ്ടെന്ന് നമ്മളിപ്പം എവിടെ വായിച്ചു? വെളിപാട് പുസ്തകം 21:12 വാക്യത്തിൽ നമ്മൾ വായിച്ചു. 21:12 എങ്ങനെ ഓർക്കുന്നത്? 21 തിരിച്ചിട്ട് 12. അപ്പൊ 21:12 പൊക്കമുള്ള വൻമതില്, ഗ്രേറ്റ് വാൾ എന്നുള്ള കാര്യം നമ്മൾ വായിച്ച്. അപ്പൊ ഇവിടെ സെഖര്യാവ് 2:5 ആരാ ഈ മതിൽ എന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെ ആയി മതില്. കർത്താവ് തന്നെ, നമ്മുടെ സഭയുടെ മതിൽ ആരാ? നമ്മുടെ സഭയ്ക്ക് യേശു കർത്താവ് തന്നെ മതിലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവ് പണിയുന്ന സഭയാണെങ്കിൽ അവിടെ കർത്താവിന് മതിലായിട്ടുണ്ട്. അതായത് ലോകമയത്വമായിട്ട് ആർക്ക് വേണമെങ്കിലും, ഏറ്റവും നീചനായിട്ടുള്ള പാപിക്കും തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ, യഥാർത്ഥ കർത്താവിൽ പണിയുന്ന ഒരു സഭയിൽ പ്രവേശനമുണ്ട്. ഏറ്റവും ഹോപ്പ്ലെസ് കേസ്, അതായത് ഒരു എന്താ പറയുക, നമ്മുടെ സഭ ഒരു ഹോസ്പിറ്റൽ മാതിരിയും കൂടെ ആണെന്ന് സാഗ്ബറിനൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അതായത് ഏറ്റവും ഹോപ്പ്ലെസ് കേസ്, എല്ലാ ഹോസ്പിറ്റലിലും തള്ളിയ കേസും ഏറ്റവും നല്ലൊരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലായിടത്തും തള്ളിയ കേസാണെങ്കിൽ ഇവരെടുക്കും. എന്ന് വെച്ചാൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ്, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഏത് ഏറ്റവും കാറ്റ് ഓവറായ കേസ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ സീരിയസ് കേസ് എടുക്കുന്നത് വെച്ചാൽ എന്നാൽ ആ ട്രീറ്റ്മെൻറ്റിന് അങ്ങ് വിധേയമാകണം എന്ന് പറയുന്നത് പോലെ സഭയിൽ ആർക്ക് വേണമെങ്കിലും ഏറ്റവും കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നത് 5 തവണ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ഇപ്പം ഭർത്താവല്ലാതെ ഒരാളുടെ കൂടെ കിടക്കുന്ന ഒരു സ്ത്രീ, ശമരിയക്കാരിത്തെ സ്ത്രീ, ആ സ്ത്രീയെ കർത്താവ് തൻ്റെ കൂടെ ചേർക്കുവാന് കർത്താവിന് മനസ്സായി. അവളോട് ആരാധനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നത്. അപ്പം പാപികളും ചുക്കക്കാരും ഒക്കെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വന്നത്. അപ്പം ഏത് ഏറ്റവും വലിയ പാപിക്കും വരാം. പക്ഷേ അവൻ എന്ത് ചെയ്യണം? ഈ പാപം
ഉപേക്ഷിച്ചുകൊണ്ട് വേണം വരാൻ. പാപത്തിൽ തന്നെ തുടരണം എനിക്ക്, സഭയിലും അംഗമാവണം, എന്നാൽ എനിക്ക് ലോകമൈതത്തിലും പാപത്തിലും ബാക്കി വേണ്ട ദിനങ്ങളിലും എല്ലാം തുടരുകയും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ദൈവ സഹോദര ഇങ്ങോട്ട് വരണ്ട. ബാക്കി അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, അതൊക്കെ അനുവദിക്കുന്ന, നിങ്ങളോടൊന്നും ചോദ്യങ്ങളൊന്നും ചോദിക്കാത്ത വേറെ പല സഭകളും കാണും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് സ്വൈര്യമായിട്ട് പോയിരിക്കാവില്ലേ, വെറുതെ ഇവിടെ വന്നിരുന്ന സമയം കളയണ്ടല്ലോ. ഇവിടെ വരുവാണെങ്കിൽ യഥാർത്ഥത്തിൽ ഏറ്റവും പാപത്തിൽ ആയിക്കോട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ പാപി ആയിക്കോട്ടെ, ഏറ്റവും ക്രിമിനൽ കുറ്റവും ചെയ്ത ആളായിക്കോട്ടെ, എന്നാ ആ കർത്താവിനായിട്ട് ജീവിക്കാനായിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും തൻ്റെ ആ പാപത്തെ വിട്ടുതിരിഞ്ഞ് അയ്യോ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, പാപമാണ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടത്തെ ഉപേക്ഷിക്കുമ്പോഴാണ് അഗ്നിമതിലിലൂടെ കടന്നു വരുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് സഭയുടെ പാർട്ടായിട്ട്. നമ്മളിപ്പോഴും ലോകത്തിൻ്റെ പല കാര്യങ്ങളും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സഭയുടെ പാർട്ടായിട്ട് ആയിത്തീരാനൊക്കത്തില്ല. കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്ത് ഉത്തരത്തിലുള്ളത് വേണോ തന്നെ എന്ന് പറയുന്നത് പോലെ ലോകത്തിലുള്ളതെല്ലാം, ലോകത്തിൻ്റെ എല്ലാം പാർട്ടാവണം. ലോകത്തിന് അതിൻ്റെ അവരുടെ ഇവരുടെ എല്ലാം ആട്ടത്തിനും എല്ലാം ആട്ടത്തിനും പാട്ടിനും ഒക്കെ ഇതിന് പങ്കാളിയാവണം. പിന്നെ ഇവിടെ സഭയിലും പങ്കാളികളാവണം. അതൊരു വഞ്ചനയാണ്. എന്നാൽ ലോകക്കാര് നമ്മളവരെ സ്നേഹിക്കുന്നു എന്ന ആ ലോകമയത്വത്തെ വെറുത്ത് പാപിയെ നമ്മൾ സ്നേഹിക്കുന്നു എന്നാൽ പാപത്തെ വെറുക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെട്ട് വരുന്നവർക്കാണ് സഭയിൽ അത് നമ്മളിവിടെ ആ വലിയ ഉയർന്നൊരു വൻ മതിലിനെ കുറിച്ച് നമ്മളിപ്പം വായിച്ച്, ആ മതിലിനെ കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന ആ രസകരമായ വാക്യമൊക്കെ നമ്മുടെ വായിച്ചായിരുന്നല്ലോ. നമുക്ക് ആ വാക്യങ്ങൾ അതിനു മുമ്പ് തന്നെ വെളിപാട് 22 തന്നെ ഈ മതിലിന്റെ വെളിയിലുള്ളവര് നമ്മളിപ്പം നമ്മൾ വെളിപാട് 21:12 നമ്മൾ വായിച്ച് ഇറ്റ് ഹാഡ് എ ഗ്രേറ്റ് ആൻഡ് ഹൈ വാൾ. നമ്മൾ ഗേറ്റിലേക്കൊക്കെ വരുന്നേ ഉള്ളൂ, മതിൽ തന്നെ പറഞ്ഞു തീർന്നില്ല, മതിൽ തന്നെ വിസ്തരിച്ച് തീർന്നാലേ ഗേറ്റിലോട്ട് പോകാനൊക്കെ തുടങ്ങും. അപ്പം അപ്പൊ ആ 22-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് എന്താ ഔട്ട്സൈഡ് ഉള്ള ആൾക്കാർ, ഈ മതിലിന് പുറത്ത് ആരൊക്കെയാന്നുള്ള കാര്യം പറയുന്നത്. അവിടെ മതിലിന് പുറത്ത് എന്തുണ്ട്? നായ്ക്കളുണ്ട്. ഈ നായ്ക്കളൊന്നും ചില ഗേറ്റ് ഈനോ അന്യർക്ക് പ്രവേശനമില്ലെന്നൊക്കെ പറയുന്നതൊക്കെ ഇവിടെ നായ്ക്കൾക്ക് പ്രവേശനമില്ല, ക്ഷുദ്രക്കാർക്കും ദുർനടപ്പുകാർക്കും ആർക്കൊക്കെ പ്രവേശനമില്ലാത്തത്? ഇവിടെ ബോർഡ് എഴുതി വെച്ചേക്കുവാണെങ്കിൽ ഗേറ്റിൽ അല്ലെങ്കിൽ മതിലിന്റെ ബോർഡ് 22-15 വെളിപാട് 22-15 കണ്ടോ? വെളിപാട് അവസാനത്തെ അധ്യായം, അതായത് നമ്മുടെ ബൈബിളിന്റെ അവസാനത്തെ പേജിലേക്ക് വരുന്നു അല്ലേ. വെളിപാട് 22-ന്റെ ആപ്പാട് 22-ാം അധ്യായത്തിൽ 21 വാക്യങ്ങളേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പ് 15-ാമത്തെ വാക്യത്തില് നായ്ക്കൾക്ക് പ്രവേശനമില്ല, ക്ഷുദ്രക്കാരെന്ന് പറഞ്ഞാൽ ആരാ? സോർസറേഴ്സ്, ബ്ലാക്ക് മാജിക്, ക്ഷുദ്രവിദ്യ, അഭിചാരം, അതായത് ദുർമന്ത്രവാദം, എന്താണ് പറഞ്ഞേ, അതുപോലെ ബ്ലാക്ക് മാജിക്, ഈ ഹാരി പോട്ടർ മാതിരിയൊക്കെയുള്ള കാര്യങ്ങൾ, ഡിമോണിക്, ഭൂതാത്മാക്കളും സാത്താന്യപരമായിട്ടുള്ള ചാത്തൻ സേവയും ബാക്കി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും, അവര് ദുർനടപ്പിൽ വീണുപോയി എന്ന അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നവരൊക്കെ സഭയിലുണ്ട്. എന്നാൽ ആ ദുർനടപ്പിൽ തന്നെ വീണ്ടും വീണ്ടും അങ്ങ് തുടർന്നുകൊണ്ട് അതൊരു ലൈസൻസ് ആയിട്ട് കർത്താവിന്റെ രക്തം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ദുർനടപ്പിൽ തന്നെ ഒരു മാനസാന്തരവും ഇല്ലാതെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവസാനം എവിടെ കാണും? വെളിയിൽ കാണും. അപ്പൊ ദുർനടപ്പുകാരും കൊലപാതകന്മാരും, മറ്റുള്ളവരെ അക്ഷരികമായിട്ട് കൊലപാതകം ചെയ്യുന്നവരും പിന്നെ വാക്കുകൊണ്ട് കൊലപാതകം ചെയ്യുന്നവരും, എന്ന് വെച്ചാൽ ദേഷ്യം, അത് കോപം, കൊലപാതകത്തിന്റെ ശിക്ഷ തന്നെ കർത്താവ് പറയുന്നതായിട്ട് നമ്മൾ മത്തായി 5:21 നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പം കൊലപാതകന്മാരും ബിംബാരാധികളും ഐഡോളറ്റേഴ്സ്, ബിംബാരാധികൾ, അക്ഷരികമായിട്ടുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരാവട്ടെ, പിന്നെ ആലങ്കാരികമായ വിഗ്രഹങ്ങൾ, അത് നമ്മുടെ സ്വയമാകുന്ന വിഗ്രഹം, അല്ലെങ്കിൽ പണമാകുന്ന വിഗ്രഹം, മനുഷ്യമാനമാകുന്ന വിഗ്രഹം, ജഡിക സുഖങ്ങളാകുന്ന വിഗ്രഹം, അങ്ങനെയൊക്കെയുള്ള പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങളുടെ കാറ്റഗറിയിലെല്ലാം വരും. അപ്പം അത് ആകുന്ന വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്ന ആൾക്കാർ, പിന്നെ ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും, അതാ അവിടെ 15-ാമത്തെ വാക്യത്തിൽ എവരി വൺ ഹു ലവ്സ് ആൻഡ് പ്രാക്ടീസസ് ലൈയിങ്, അവസാനത്തെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ പാവം ലൈയിങ്. ഭോഷ്ക്ക് പറയുന്നതിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ആദ്യത്തെ പാപവും സാത്താൻ പറയുന്ന കള്ളമാണെന്നുള്ള കാര്യം നമുക്കറിയാം. യഥാർത്ഥത്തിൽ നീ മരിക്കത്തില്ല, ഇത് തിന്നാലും നിനക്കൊന്നും സംഭവിക്കത്തില്ല, നീ ദൈവത്തെ പോലെ ആവുമെന്ന് പറഞ്ഞ് സാത്താൻ കള്ളം പറഞ്ഞുകൊണ്ട് വരുന്നു. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പാപത്തിന്റെ കാര്യം, ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ പാപവും കള്ളം, ലൈ എന്നുള്ള കാര്യം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വെളിപാട് 22-15 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗേറ്റിന് പുറത്തുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. പിന്നെ പിന്നെ അതെ, പിന്നെ നമ്മൾ ആ പൊക്കമുള്ള വാതിലിന്റെ കാര്യമൊക്കെ നമ്മൾ അതിവചന പുസ്തകത്തിൽ വായിച്ചു. എന്താ
അത് അതിൻ്റെ അകത്തേക്ക് കടക്കണമെങ്കിൽ സൂചിക്കുഴയുടെ വലിപ്പം മാത്രമുള്ള വാതില എന്ന് പറഞ്ഞാൽ കർത്താവാകുന്ന രക്ഷയുടെ വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വയത്തിൻ്റെ വലിയ പാണ്ടാക്കെട്ടും കൊണ്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. നമ്മെ തന്നെ അങ്ങ് നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിൽ നമ്മെ തന്നെ ഒരു പൂജ്യമായിട്ട് സീറോ ആയിട്ട് നമ്മെ തന്നെ താഴ്ത്തുമ്പോഴാണ് നമ്മെ തന്നെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനമുള്ള. ലോകത്തെയും പണത്തെയും സ്നേഹിക്കുന്നവർക്ക് സഭയിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. തങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കാത്തവർക്കൊന്നും പറ്റത്തില്ല. അവര് സഭയിൽ വന്നുകൊണ്ട് ഇരിക്കുമായിരിക്കും കുറേ നാളത്തേക്ക്. കുറേ കഴിയുമ്പോഴത്തേക്കും ദൈവം തന്നെ അവരെ അങ്ങ് മാറ്റും. അല്ലെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്ന് വരും. അതാ തൻ്റെ പണത്തെ ദൈവത്തെക്കാളേറെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഒന്നും ഈ ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചു. ധാരാളം പ്രസംഗകർ എന്ന് പറഞ്ഞാൽ കൂലിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ആൾക്കാർ ഈ മതിലിൻ്റെ പൊക്കമൊക്കെ അങ്ങ് കുറച്ച് അവർ വലിയ മതിൽ ഒക്കെ അങ്ങ് അരമതിലാക്കി ആർക്ക് വേണമെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാല കവച്ചങ്ങ് പോവാം എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ അത് നോ ലോങ്ങർ കർത്താവ് പണിയുന്ന സഭയായിരിക്കത്തില്ല പിന്നെ. അത് മനുഷ്യൻ പണിയുന്ന സഭയിലോട്ടായി കർത്താവ് പണിയാൻ തുടങ്ങിയ സഭകൾ പലപ്പോഴും മനുഷ്യർ ഏറ്റെടുത്ത് പിന്നെ മനുഷ്യൻ പണിയുന്ന സഭകളായി തീർന്നിട്ടുള്ള പല ദുരവസ്ഥകളും നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അപ്പം അങ്ങനെ ധാരാളം ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പൊക്കോളം മതിലൊക്കെ വെച്ച് ആരാ ഇതിനകത്തോട്ട് വരുന്നേ. അതുകൊണ്ട് നമുക്ക് മതിലൊക്കെ ഒന്ന് ഇടിച്ചു പൊളിച്ച് കുറച്ചൊന്ന് കാല് കവച്ച് അങ്ങനെ വരാം എന്നുള്ള രീതിയിൽ അങ്ങ് പൊക്കമാകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ അങ്ങ് ഇടിച്ചു കയറി മെഗാ ചർച്ചസിലോട്ട് വരാൻ തുടങ്ങും. അപ്പം വെച്ചാൽ ലോകത്തിൻ്റെ പല കാര്യങ്ങളും, ലോകത്തിൻ്റെ മ്യൂസിക്, ലോകത്തിൻ്റെ പാറ്റേൺ, ലോകത്തിൻ്റെ സ്റ്റൈല്, ലോകത്തിൻ്റെ ഫാഷൻ, ലോകത്തിൻ്റെ പ്രീച്ചിങ്, അതുപോലെയൊക്കെയുള്ള പ്രകടനങ്ങളും ബഹളങ്ങളും അതുപോലെ ലൗകികത അങ്ങ് ഈയിനം അതങ്ങ് സഭയിലോട്ട് സഭ എന്ന് പറയുന്നിടത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും പിന്നെ ആ ലോകത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എളുപ്പമാണ്. ലോകത്തിലുള്ള ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി. ഇപ്പം ചിലർ പറയൂ നിങ്ങൾ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ റോക്ക് മ്യൂസിക് ഒക്കെ ചെയ്തെന്ന് പറയാം. അപ്പം നമ്മൾ സാങ്ബേർന്ന് കേട്ടിട്ടുള്ളത്. അപ്പം എങ്ങനെയുള്ള യുവാക്കളെ നിങ്ങൾ ആകർഷിക്കാൻ പോകുന്നത്? ഈ ക്രിസ്ത്യൻ റോക്ക് മ്യൂസിക്കുമായിട്ട് നിങ്ങൾ എങ്ങനെയുള്ള ക്രിസ്തീയ യുവാക്കളെയാണ് അതുപോലെ ലൗകികരായിട്ടുള്ള ചെറുപ്പക്കാരെ ആകർഷിക്കുന്നത്? അങ്ങനെയുള്ളവരെ ആകർഷിച്ചിട്ട് എന്ത് കിട്ടാൻ? യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കാർക്കശ്യത്തിൻ്റെ സുവിശേഷത്തെ പറഞ്ഞ് അതിലെ ആകർഷിക്കപ്പെടുന്ന ഒരു മതി. നമുക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഇപ്പോൾ കൂടുതൽ ഇത്രയും പേര് ഞങ്ങളുടെ യൂത്ത് ക്യാമ്പിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും പേര് ഞങ്ങളുടെ കോൺഫറൻസിനുണ്ടായിരുന്നു എന്നോ, ഇത്രയും പേര് ഞങ്ങളുടെ സഭയിൽ വന്നെന്നോ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് എവിടെന്നെങ്കിലും വിദേശത്ത് നിന്ന് പണം കൈപ്പറ്റാനല്ല, മറിച്ച് നമുക്ക് ദൈവത്തിന് മുമ്പാകെ ആൾക്കാരുടെ എണ്ണോ വലിപ്പമോ കാണിക്കാനല്ല, മറിച്ച് കർത്താവ് കർത്താവ് പണിയുന്നൊരു വേർതിരിവുള്ള ഒരു സഭ, ലോകത്തിൽ നിന്ന് വേർതിരിവുള്ള ഒരു സഭയുടെ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പൊക്കമുള്ളൊരു മതില് പൊക്കം ഇല്ലാതാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുമ്പോൾ എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു കർത്താവിൻ്റെ വചനത്തിൻ്റെ ഉയർച്ചയുടെ പൊക്കം തീർച്ചയായിട്ടും ദൈവസഭയ്ക്ക് വേണം എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മളെന്താ കണ്ടത്? പിന്നെ 12 ഗോപുര കവാടങ്ങളെക്കുറിച്ച്, 12 ഗേറ്റ്സിനെ കുറിച്ച്, ആ 12 ഗേറ്റ്സിനെ കുറിച്ചുള്ള യെശയ്യാവ് 60:18 നമ്മൾ വായിക്കുന്നത്. നമുക്കത് ഇന്ന് വായിക്കാൻ സമയമില്ലല്ലോ. നമുക്ക് ദൈവം സഹായിച്ചത് അടുത്ത ആഴ്ച നമുക്ക് ആ കാര്യങ്ങൾ അതിൻ്റെ വാളും ഗേറ്റ്സും മതിലും അതിൻ്റെ കവാടങ്ങളും ഒക്കെ രക്ഷയും സ്തുതിയും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ യെശയ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. വചനത്തോട് കമ്പയർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ വചനം. ആ പച്ചമേച്ചിലിൽ മേയുവാനായിട്ട് കർത്താവ് ദൈവം നമ്മളെ എത്രത്തോളം സഹായിച്ചല്ലോ. നമുക്ക് കർത്താവിനെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുന്ന് തന്ന മെച്ചമായ ആഹാരത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, അത് കർത്താവേ, ഞങ്ങൾ ആ ഒരു ജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ചും പരിജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചൊക്കെ കണ്ടു. 3 അപ്പത്തെക്കുറിച്ച് ഞങ്ങൾ കണ്ടു. അത് ഞങ്ങൾക്ക് വേണം കർത്താവേ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം കർത്താവേ. ഞങ്ങൾക്ക് തന്നെ തിന്ന് തൃപ്തിപ്പെട്ട് കർത്താവേ അത് മറ്റുള്ളവർക്കും വിളമ്പി കൊടുക്കാൻ തക്കവണ്ണമുള്ള 3 അപ്പം ആത്മീയ വർധനവും പ്രബോധനവും ആശ്വാസവും ആകുന്ന ആ 3 അപ്പങ്ങൾ കർത്താവേ അനേകർക്ക് അവോളം വിളമ്പി കൊടുക്കുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് അധികമായിട്ട് വേണം. അത് കർത്താവ് ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് കർത്താവ്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഭാര്യയ്ക്ക് ഭർത്താവിന്, ഞങ്ങളുടെ അപ്പനമ്മമാർക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, കൂട്ടുസഹോദരങ്ങൾക്ക്, അയൽവക്കക്കാർക്ക്, ഞങ്ങളുടെ കൂട്ടുകാർക്ക്, നാട്ടുകാർക്ക് എല്ലാം കർത്താവ്, ഞങ്ങളെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ആ 3 അപ്പം വിളമ്പി കൊടുക്കാൻ, ആത്മീയവർദ്ധനവും ആശ്വാസവും പ്രബോധനമാകുന്ന അപ്പങ്ങൾ വിളമ്പി കൊടുക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അധികം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് എന്തെല്ലാം വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ തരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു, അതെല്ലാം കർത്താവെ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വാഞ്ചിക്കുന്നു.
വചന പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായിട്ട് വാഞ്ചിക്കുവിൻ, പ്രവചനവരത്തിനായിട്ട് വാഞ്ചിക്കുവിൻ എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അവിടുത്തെ കൽപ്പനയാണല്ലോ, ഓപ്ഷൻ അല്ലല്ലോ കർത്താവേ. കർത്താവേ, അവിടുന്ന് തരാൻ ആഗ്രഹിക്കുന്ന വരങ്ങളെല്ലാം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ ദൈവസഭയെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട്, ഞങ്ങളെ തന്നെ പ്രൊമിനൻ്റ് ആക്കാനായിട്ടല്ല കർത്താവേ, ഞങ്ങളെ തന്നെ ഉയർത്താനായിട്ടല്ല ഈ വരങ്ങളെ, മറിച്ച് മറ്റുള്ളവരുടെ കാല് കഴുകുവാനായിട്ട് കർത്താവ് ഈ വരങ്ങളെ ഉപയോഗിക്കാനും കർത്താവിൻ്റെ സഭയെ പണിയുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് കർത്താവെ അവിടുന്ന് തന്നെ അഗ്നിമതിലായിട്ട് ചുറ്റുമുള്ളത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളും ഈ അഗ്നിയിലൂടെ കടന്നു വന്ന് കർത്താവെ ആ വാളിൻ്റെ ജ്വാലയുമായിട്ടാണല്ലോ കരൂപ് ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാനായിട്ട് നിൽക്കുന്നത്. കർത്താവെ, ഈ മതിൽ മൊത്തം അഗ്നിയാണല്ലോ കർത്താവെ. അവിടുത്തെ ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിലൂടെ ഞങ്ങളുടെ ജഡമെല്ലാം ദഹിപ്പിക്കപ്പെട്ട് കർത്താവെ, ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ ഈ സഭയുടെ ഭാഗമായി ചേരുവാൻ അവിടുന്ന് പണിയുന്ന കർത്താവ്, സഭയുടെ ഭാഗമായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അതേ കർത്താവെ, ആ ഒരു ലോകത്തിൽ നിന്നുള്ളൊരു വേർതിരിവ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ വേഷഭൂഷാദികളിൽ, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ, ഞങ്ങളുടെ പണ ഇടപാടുകളിലെല്ലാം കർത്താവെ, ലോകക്കാരെ പോലെയല്ല അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പല ഫാഷൻ ട്രെൻഡുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം മറിച്ച് കർത്താവെ, ആ ഒരു ദൈവഭയത്തോടെയുള്ള കർത്താവെ, അവിടത്തേക്ക് ഏറ്റവും പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം ജീവിപ്പാൻ, ദൈവപ്രസാദമുള്ളവർക്കാണല്ലോ സമാധാനമെന്ന് ഞങ്ങൾ വായിച്ചല്ലോ. അവിടുന്ന് ഞങ്ങൾ പ്രസാദിക്കുമ്പോൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടുള്ള സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുമല്ലോ കർത്താവേ. അങ്ങനെ സമാധാനമുള്ളൊരു ജനമായിട്ട് ഞങ്ങളെ തീർക്കണം. ഞങ്ങളെ ഒരു സഭയായിട്ട്, ഒരു ശരീരത്തിന് അവയവങ്ങളായിട്ട് പണിയണം കർത്താവ്. ദൈവതേജസ്സുള്ളവളായിട്ട് വെളിപ്പെടുന്ന ആ കാന്തയെ പോലെ വെളിപ്പെടുവാനായിട്ട് കർത്താവെ, ആ കൃപയും സത്യവും നിറഞ്ഞ ദൈവതേജസ് പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സഹായിച്ചാട്ടെ. വരും ദിവസങ്ങളിലും കർത്താവെ, ഈ മതിലിനെ കുറിച്ചും ഗേറ്റുകളെക്കുറിച്ചും കവാടങ്ങളെക്കുറിച്ചും ഒക്കെ ധ്യാനിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊരു വെളിപ്പാടായിട്ട്, അത് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടായിട്ട് പ്രയോജനമായിട്ടാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിനായിട്ടുള്ളൊരു ദാഹം കർത്താവെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് സ്തുതിക്കുന്നു കർത്താവെ. എല്ലാവരെയും കർത്താവെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെല്ലാവരെയും നിറച്ച് കർത്താവെ പോഷിപ്പിക്കണമേ. തുടർന്നും ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കർത്താവെ ഒരു ദാഹം ഞങ്ങൾക്കൊരു അപ്പിറ്റൈസറായിട്ട് കാര്യങ്ങളെടുത്ത് കർത്താവെ വീണ്ടും ഞങ്ങൾ തന്നെ വചനങ്ങൾ വായിക്കുവാനും അടയാളപ്പെടുത്തുവാനും നോക്കുവാനും പഠിക്കുവാനും ഓർക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും ഷെയർ ചെയ്യുവാനും ഒക്കെ ഞങ്ങളെ ഉത്സാഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.